ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇബ്രാഹിം ഹാജി, ഈ പരിപാടിയുടെ കൺവീനറും സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ ജംഷിദ ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം മെമ്പറായ രാജേഷ് ചോറോട്, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ ചന്ദ്രരേഖ അവറുകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ മാസങ്ങളിലും ഓരോ കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളിലൂടെയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. എങ്കിലും ഇവിടെ ഇന്ന് നോക്കുമ്പോൾ കുറേ പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ ഫൈൻ കെയറിനെ കുറിച്ച് ഒരു അവലോകനം പ്രസംഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഫൈൻ കെയർ ആരംഭിക്കുന്നത് 2023 മെയ് മാസത്തിലാണ്. ഇന്നേക്ക് ഏകദേശം 3 വർഷം കഴിഞ്ഞു. 2023, 24, 25 3 വർഷത്തിൻ്റെ അടുത്തായി. ഈ ഒരു 3 കാലയളവിലേക്കുള്ള കാര്യങ്ങൾ ശരിക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എങ്കിലും ഇതിൻ്റെ ഫൗണ്ടറായ ബലയമ്പത്ത് ഇബ്രാഹിം ഹാജി ഇങ്ങനെയൊരു സംരംഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ സമീപിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചൊക്കെ മുമ്പ് നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞ് ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ചന്ദ്രരേഖ മേഡത്തിൻ്റെ ക്ലാസ് കേൾക്കാനാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ചെയർമാൻ ഈ ഒരു കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഈ ഒരു സംഗതി കുറച്ചുകൂടി വിപുലമായി ചെയ്യാൻ എന്തുണ്ട് വഴി എന്ന രീതിയിൽ നമ്മുടെയൊക്കെ സമീപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നമുക്കത് വേണ്ട രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, ഇതൊരു കാരുണ്യ പ്രവർത്തനമാണല്ലോ. അന്ന് 2023 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഒരു നേഴ്സും ഒരു വണ്ടിയും, അങ്ങനെയാണ് ഈ ഒരു സംരംഭം നമ്മൾ ആരംഭിക്കുന്നത്. അന്ന് സത്യത്തിൽ നമ്മുടെ ചെയർമാൻ വേറൊരു പാലിയേറ്റീവിൻ്റെ ഭാഗമായി വേണ്ട വിധത്തിലൊക്കെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ ഭാഗമായി ആണ് അവിടുന്ന് വിട്ടുനിന്നപ്പോൾ നിരന്തരമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് കോളുകൾ വന്ന്, നിങ്ങളുടെ സർവീസ് നിർത്തരുത്, നിങ്ങളുടെ സേവനം ഇനിയും നമുക്ക് ആവശ്യമുണ്ട് എന്ന രീതിയിൽ നിരന്തരമായി ആളുകൾ ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതിനിപ്പോൾ എന്താണ് ഒരു പോംവഴി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു, ഇത് നല്ല കാര്യമാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോട് എന്നുള്ള രീതിയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടി ഇതിന് ഫൈൻ കെയർ എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ന് ഈ രൂപത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മാസക്കാലം അദ്ദേഹത്തിന് ഈ ഫൈൻ കെയറിൻ്റെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. ഒരു നേഴ്സും ഒരു വണ്ടിയും ഒരു ഡ്രൈവറും ഒക്കെ ആയി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ കുരിക്കിലാടിൻ്റെ ഈ മർമ്മസ്ഥാനത്ത് നമ്മളൊരു ഓഫീസ് എടുത്തു. അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷേ നമ്മുടെ സർവീസിന് ശരിക്കും അത് പോരാത്തത് കൊണ്ട് തന്നെ കുറച്ചും കൂടി വിപുലമായ രീതിയിൽ വേണമെന്നുള്ള നിലക്ക് നമ്മൾ അതിനെക്കുറിച്ചൊരു ബിൽഡിങ്ങിനെ കുറിച്ച് ആലോചിച്ചു. ഇതിന് അനുയോജ്യമായൊരു ബിൽഡിങ് സത്യത്തിൽ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ പാലിയേറ്റീവ് നേഴ്സിംഗ് കെയർ കൂടാതെ തന്നെ നമുക്ക് ഫിസിയോ കൂടിയുടെ റിക്വയർമെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പി, അതും ഇന്ന് ഈ സൗകര്യങ്ങളില്ലാത്ത സമയത്ത് നമ്മളത് ചെയ്തു. വീട്ടിലൊക്കെ പോയി അത്യാവശ്യം ചെയ്തു. പിന്നീടാണ് കുരിക്കിലാട് ആ ഓഫീസ് നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ വളരെ ചുരുക്കത്തിലാണ് ഞാൻ ഈ പറയുന്നത്, കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മൊയ്തു ഹാജിയെ
ഇബ്രാഹിക്കെ സമീപിക്കുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ വീട് നമുക്ക് വിട്ടു തന്നു. 5 വർഷത്തേക്ക് ഈ വീട് നിങ്ങൾ നടത്തിക്കോ എന്നുള്ള നിലക്ക് നമുക്കത് ഈ വീട് വിട്ടു തന്നു. അതിൻ്റെ ഫലമായി പലവട്ടം പറഞ്ഞത് കൊണ്ട് തന്നെ ആവർത്തന വിരസത ഇല്ല എന്ന് വിചാരിക്കുന്നു. സത്യത്തിൽ ഈ വീട് മാത്രമേ നമുക്ക് വിട്ടു തന്നത്. ശരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 ഡിസംബർ 17 നമ്മളിതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. ഇവിടെ അത്യാവശ്യം ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഫിസിയോതെറാപ്പി മിഷനറികളടക്കമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി ഈ പ്രവർത്തനം ഏകദേശം 1 കൊല്ലം ആവുമ്പോഴത്തേക്ക് നമുക്ക് നിലവിലുള്ള വണ്ടികൾ മതിയാവാതെ വന്നു. ആൾക്കാരുടെ ആവശ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് എല്ലാ വീടുകളിലേക്കും നമുക്ക് കൃത്യമായി എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു വണ്ടി കൂടി വേണ്ടി വന്നു. കൂടാതെ നമ്മുടെ നമ്മുടെ രോഗികളെ പലപ്പോഴും ആശുപത്രികളിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പുറത്തുനിന്നായിരുന്നു നമുക്ക് ആംബുലൻസൊക്കെ നമ്മൾ ഏർപ്പെടുത്തിയിരുന്നത്. കൂടാതെ ഒരു ആംബുലൻസും കൂടി വേണ്ടി വന്നു. അപ്പോൾ അന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്തിനാ ഇത്രയൊക്കെ ചിലവഴിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താ, നമ്മളെ ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഇതിനൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ പല കോണുകളിൽ നിന്നും പല ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് എത്തി നിൽക്കുമ്പോൾ ശരിക്കും ഈ ആംബുലൻസും ഇപ്പോൾ ഉള്ള ഹോം കെയറിന് 2 വണ്ടിയും നമുക്ക് ഓടിയിട്ട് എത്തുന്നില്ല എന്നാണ് ഇവിടുന്ന് കിട്ടുന്ന വിവരം, ഓഫീസിൽ നിന്ന് കിട്ടുന്ന വിവരം. അപ്പോൾ ഇനിയും ചിലപ്പോൾ വണ്ടികൾ ഇടേണ്ടി വരും. ഈ ഒരു സൗകര്യങ്ങൾ നമുക്ക് മതിയാവാതെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രോഗികളുടെ എണ്ണം കൂടുന്നത് കൊണ്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സർവീസിൻ്റെ ഗുണം, അതിനൊരുപാട് ആൾക്കാരെ പ്രശംസിക്കേണ്ടത്, തുടക്കം മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേരുകൾ ഇവിടെ വായിക്കേണ്ടി വരും. അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അന്ന് മുതൽ ഉണ്ടായിരുന്ന സിസ്റ്റർമാരൊക്കെ ഇന്നും ഇവിടെ ഉണ്ട്. കുറേ ആളൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെട്ട ജോലി കിട്ടിയപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അവരൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ആരുടെയെങ്കിലും ഒരാളുടെ പ്രവർത്തനം കൊണ്ടല്ല, ഇത് കൂട്ടമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. എങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു മുഴുവൻ പ്രവർത്തനം ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ ചെയർമാനാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെ ജോലിയുടെ ഇടയ്ക്ക് കയറി ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു മുഴുവൻ പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാൻ ഇബ്രാഹിക്കാക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ വിജയം എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ കുറച്ചും കൂടി ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മാസാമാസങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇവിടെയൊക്കെ ഒരുപാട് ബാനറുകൾ ഇങ്ങനെ തൂങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നടത്തിയിരിക്കുന്ന പരിപാടികളെക്കുറിച്ചാണ്. ഇപ്പോൾ അവസാനമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കോയമ്പത്തൂർ കണ്ണാശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 10-20ഓളം ആൾക്കാർക്ക് നമുക്ക് തിമിര ശാസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ച് അവർക്ക് ശാസ്ത്രക്രിയ ചെയ്തു കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഒന്നും കൂടി ചുരുക്കി പറയാം, ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ സംശയമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പിയുടെ അത്യാവശ്യം ഏറ്റവും ആധുനികമായ എല്ലാ സൗകര്യവും കൂടിയുള്ള മിഷനറി ഇവിടെയുണ്ട്. ECG മിഷൻ, നമുക്ക് ഡോക്ടറുടെ സേവനം ഇവിടെ ലഭ്യമാണ്. അത്യാവശ്യമായ എല്ലാ മെഡിസിൻസും ഇവിടെ ലഭ്യമാണ്. മറ്റുള്ള പാലിയേറ്റീവുകളിൽ നിന്ന് അപേക്ഷിച്ച് രാവിലെ 9 മണിക്ക് ആരംഭിച്ച് രാത്രി 8 മണി വരെ ഇവിടെ സേവനം ആവശ്യമാണ്. അത് രാത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിവിടെ ഓഫീസിലുണ്ടായിരുന്നപ്പോൾ രാത്രി 7:30 മണിക്കും 8 മണിക്കൊക്കെ വീടുകളിൽ പോയി ഇഞ്ചക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം. മറ്റ് പാലിയേറ്റീവൊക്കെ ശരിക്കും പറയാൻ വെച്ചാൽ ഒരു 10-5 അതോടുകൂടി അവസാനിച്ചു. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ മറ്റ് പഞ്ചായത്തുകൾ, ഉദാഹരണം പറയുക വെച്ചാൽ ഏറാമല, അഴിയൂർ, വില്യാപ്പള്ളി, വടകര മുനിസിപ്പാലിറ്റിയിൽ നിന്നടക്കം നമുക്ക് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവും അവിടെയൊക്കെ പാലിയേറ്റീവിലേ, ഇവിടെ തന്നെ പാലിയേറ്റീവ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്നിട്ടും നമ്മുടെ ഈ ഒരു കാര്യത്തിൻ്റെ ഈ ഒരു സർവീസിൻ്റെ ഗുണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും റിക്വയർമെൻറ്റുകൾ വരുന്നത്.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള കാരണം ഇവിടെ ഒരുപാട് പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും 1-2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായതല്ല. വളരെ ചിട്ടയായ പ്രവർത്തനവും നമ്മുടെ സ്റ്റാഫിൻ്റെ ആത്മാർത്ഥമായ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളും നമ്മുടെയൊക്കെ നാട്ടിലുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരും അതുപോലെ തന്നെ പ്രവാസികളായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കൈയഴിഞ്ഞ സഹായം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ 3 വർഷം കൊണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് പുതിയ ഒരു ലെവലിലേക്ക് പോകണമെന്നാണ് ഇപ്പം നിലവിൽ ഫൈൻ കെയർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൗകര്യം നമുക്ക് മതിയാവില്ല. ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി മെച്ചപ്പെട്ട ബിൽഡിങ്ങുകളും അതുപോലെ മിഷനറികളും കുറച്ചും കൂടിയും ഡെവലപ്പായ രീതിയിലേക്ക് നമുക്ക് ഈ ഒരു സ്ഥാപനത്തെ കൊണ്ടുപോകണം. ആ കൊണ്ടുപോകാനുള്ള എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാത്രം പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ഈ വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഇവർ പറയുമെങ്കിലും ഈ വരുന്ന 4-ാം തീയതി ഇവിടെ ഒരു എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്നത് പോലെ തന്നെ പകൽ വീട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് ദിനമായ ജനുവരി 15 കേരള പാലിയേറ്റീവ് ദിനമാണ്. അന്ന് ഇവിടെ എല്ലാവർക്കും കഴിഞ്ഞ വർഷം നടത്തിയതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു ചായ സൽക്കാരം വെച്ചിട്ടുണ്ട്. അതിലും എല്ലാവരെയും ഞാൻ ക്ഷണിക്കാൻ വേണ്ടി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സ്വാഗതം പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജംഷിദ ടീച്ചർ ഈ പരിപാടിയുടെ സ്വാഗത സംഘം കൺവീനറാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 10 ദിവസം മുമ്പെയാണ് നമ്മളൊരു വനിതാ സംഗമ പരിപാടിയുടെ കാര്യത്തെക്കുറിച്ച് ഇബ്രാഹിക്ക പറഞ്ഞതെങ്കിലും നമ്മൾ വളണ്ടിയേഴ്സ് നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ വീടുകളിലും പോയി ഓരോ വ്യക്തികളെയും നേരിട്ട് കണ്ടുകൊണ്ടുള്ള ക്ഷണമായിരുന്നു നടത്തിയിരുന്നത്. എങ്കിലും പലരും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, കല്യാണം, അതേപോലെ വീട്ടിൽ കൂടെ നോമ്പൊക്കെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ പരിപാടികളൊക്കെ ഓരോന്നായി നടക്കുന്നുണ്ട്. ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കാരണം നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു പുണ്യപ്രവർത്തിക്ക് വേണ്ടി ഞങ്ങൾക്ക് മുമ്പിൽ 2 മണിക്കൂർ ചിലവഴിക്കാൻ നിങ്ങൾ എത്തിയല്ലോ. ആ ഒരു കാര്യത്തിന് ഒരിക്കൽ കൂടി നന്ദി. നമ്മുടെ മുമ്പ് റിയാസ്ക ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മുടെ ഫൈൻ കെയർ പാലിയേറ്റീവിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു വിശദീകരണമാണ് നമുക്ക് മുമ്പിൽ തന്നത്. ആ ഒരു വിശദീകരണം കേട്ടപ്പോൾ നമുക്ക് എന്തിനാണ് പാലിയേറ്റീവ് എന്ന് എല്ലാവരും ചിന്തിക്കും അല്ലേ? പക്ഷേ ചിലരൊന്നും ചിന്തിക്കില്ല. കാരണം ഓരോ വ്യക്തിക്കും പാലിയേറ്റീവ് കെയർ എന്നത് എപ്പോൾ വരുന്ന നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ഹെൽത്തിയായി ആരോഗ്യത്തോട് കൂടി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അടുത്ത നിമിഷം നമുക്ക് മുമ്പിൽ എന്താണ് എന്നതിന് ഒരു ചോദ്യചിഹ്നമാണല്ലേ. എല്ലാവർക്കും അറിയാം, ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ് ഓരോരുത്തരുടെയും ആഗ്രഹമാണെങ്കിലും പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് അത് ഓരോ ഘട്ടത്തിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേളയിലാണ് നമ്മൾ പാലിയേറ്റീവിനെ കുറിച്ച് ചിന്തിക്കുക. പക്ഷെ ഇന്നത്തെ ഈ ഒരു മുമ്പിലിരിക്കുന്ന സഹോദരിമാർ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫൈൻ കെയർ എന്നത് ഇന്നത്തെ ഒരു വനിതാ സംഗമ പരിപാടി എന്നത് നമ്മൾ ഉദ്ദേശിക്കാൻ കാരണം നമ്മുടെ വീട്ടിലിരിക്കുന്ന സഹോദരിമാർ ചിലപ്പോൾ ചിന്തിക്കില്ല അല്ലേ? നിങ്ങൾ ചില സമയങ്ങളിൽ കാണും നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടി ഫൈൻ കെയർ ക്ലിനിക്ക് എന്നൊരു വണ്ടി പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, എന്തിനാണ് ഇവർ പോകുന്നത്? ഓരോരുത്തരും ചിന്തിക്കും. ചിലർക്ക് വീടുകളിൽ പാലിയേറ്റീവ് എത്തുന്നത് കൊണ്ട് അതെന്താണെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു ഗൃഹനാഥ വീടിൻ്റെ മാത്രമാണോ അല്ലേ കരുത്ത്? വീടിൻ്റെ മാത്രമല്ല, അവർ ചിന്തിച്ചാൽ പലതും സാധിക്കും, പലതും നടക്കും. ഇപ്പോഴത്തെ സമൂഹത്തിൽ സ്ത്രീയാണ് കരുത്ത് അല്ലേ, സ്ത്രീയാണ് ശക്തി എന്ന് പറയുന്നത് ശരിക്കും യഥാർത്ഥമാണ്. നമ്മൾ പാലിയേറ്റീവിൻ്റെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ അവരെന്താ ഇങ്ങനെ പോകുന്നത്? നമ്മൾ പോകുന്നത് ഓരോ വ്യക്തികൾക്കും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന പല അസുഖങ്ങളാൽ വീടിനുള്ളിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും പുതുജീവൻ നൽകാനാണ്.
ആ ഒരു വേളയിൽ പാലിയേറ്റീവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെയുള്ള 17ഓളം വളണ്ടിയർമാരെ നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനം ഇത്ര നല്ല രീതിയിൽ 24 മണിക്കൂറും ഈ സ്ഥാപനം മാത്രം ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ഇബ്രാഹിക്കയെ പോലുള്ള വ്യക്തികളെയും ഈ ഒരു മാനേജിംഗ് കമ്മിറ്റിയിലുള്ള മറ്റ് അംഗങ്ങളെയും ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയും നമുക്ക് ഓർക്കണം. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നമ്മളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇബ്രാഹിക്ക് ഒരു കോള് വന്നു, കോൾ അറ്റൻഡ് ചെയ്തു. എന്തോ ഒരു ഫംഗ്ഷന് പോയിട്ടില്ല, ആൾ മറന്നു പോയതാ. മറക്കാൻ എന്താ കാരണം? 24 hours ഫൈൻ കെയർ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏത് സമയത്ത് വന്ന് നോക്കിയാൽ ഇദ്ദേഹത്തെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അല്ലാത്ത സമയങ്ങളിലോ നമ്മൾ 8 മണി വരെയാണ് സേവനം എന്ന് പറഞ്ഞാൽ പോലും രാത്രി കാലത്ത് 10 മണിക്ക് ആരെങ്കിലും ഒരാൾ ഈ ഒരു സേവനം വേണമെന്ന് പറഞ്ഞൊരു കോള് ചെയ്താൽ നോ എന്നൊരു മറുപടി നമ്മൾ കേൾക്കില്ല. ആ സമയത്ത് ഇബ്രാഹിക്ക ഇവിടെയുള്ള സ്റ്റാഫിനെ വിളിച്ചാൽ ഇവിടെയുള്ള നേഴ്സ് പോലും രാത്രി 2 വീലർ എടുത്ത് വരാൻ ഒരുക്കാണ്. ആ നേഴ്സ് ആ ഒരു സേവനം ചെയ്ത് വീട്ടിൽ എത്തുന്നവരെ ഇദ്ദേഹവും ഉറങ്ങില്ല. കാരണം ഇവിടെ വന്ന ചില സന്ദർഭങ്ങളിൽ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അത്. അപ്പം എന്തിനാണ് ഇത്? അവർക്ക് മാത്രമാണോ പാലിയേറ്റീവ്? എന്തിനാ ഇബ്രാഹിക്ക ഇവിടെയുള്ള സ്റ്റാഫ്, വളണ്ടിയേഴ്സ്, മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇവർ മാത്രം 24 മണിക്കൂറും ഇങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇവർക്ക് മാത്രമാണോ? നമ്മൾ ചിന്തിക്കേണ്ടത് ആണ് എല്ലാം. കാരണം നമ്മുടെ ഓരോ വ്യക്തിക്കും വേണ്ടിയാണ് ഇവർ ഇതിനു വേണ്ടി മെനക്കെടുന്നത്. ഈ പറയുന്ന ഞാൻ തൊട്ടടുത്ത നിമിഷം ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ ആരെയാണ്? ഇവരെ വിളിക്കൂല്ലേ? അത് എൻ്റെ കുടുംബത്തിൽ ഈ ഒരു ഒരാഴ്ച കാലത്തിനുള്ളിൽ ഫൈൻ കെയറിൻ്റെ സേവനം ആവശ്യമായി വന്നിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് ഹസ്ബൻഡ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ കൈക്ക് മുറിവ് പറ്റിയ പിറ്റേ ദിവസമാണ് ഇവിടെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. 4 മണിക്ക് ഞാൻ വിളിച്ച മീറ്റിങ്ങിന് ഞാൻ ഇവിടെ എത്തിയത് 4:30. ആ സമയത്ത് ഞാൻ ഇബ്രാഹിക്കോട് പറഞ്ഞു, സോറി എന്നെ കാത്തു നിൽക്കുന്നുണ്ട് ആൾക്കാർ, ഹസ്ബൻഡ് ഇങ്ങനെ ഒരു മുറിവ് പറ്റിയതുകൊണ്ട് കുറേ ഗസ്റ്റൊക്കെ വന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാൻ വൈകിയതെന്ന്. ആ ഒരു വാക്ക് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് സിസ്റ്ററേയും വണ്ടിയും ഇബ്രാഹിക്കും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അന്ന് രാവിലെ ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോവണ്ടേന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ പോയിക്കോളൂന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോവണ്ട, വേറെ ആരെങ്കിലും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ ഇറങ്ങിയിട്ടില്ല. അതിനു മുമ്പ് 10 മണിക്ക് ആ ഒരു സമയത്ത് ഇവർ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിട്ടുണ്ട്. ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ട് കൊടുത്തു, ഇബ്രാഹിക്ക ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല, എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. എൻ്റെ തലേ ദിവസത്തെ ആ ഒരു വാക്ക് ഇദ്ദേഹം ഓർമ്മിക്കണമെങ്കിൽ അവരെന്തൊക്കെ ഓർമ്മിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കല്യാണം വീട്ടിൽ കൂടലും മറക്കുന്നത് സർവ്വസാധാരണം. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫൈൻ കെയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു വ്യക്തിയും മാനേജ്മെൻറ്റും അതേപോലെ ഓർക്കാൻ പറയുന്നത് 17 അംഗ വളണ്ടിയർമാരാണ്. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ നമ്മുടെ സിസ്റ്ററിൻ്റെയും വണ്ടിയുടെയും കൂടെ പോകുന്ന ഓരോ പാലിയേറ്റീവ് വളണ്ടിയറെയും ഈ നിമിഷം നമ്മൾ ഓർക്കണം. അവർക്ക് നന്ദി മനസ്സാ പറയണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു 1.5-2 വർഷക്കാലമായി ഫൈൻ കെയർ എന്ന സ്ഥാപനവുമായി ഞാൻ ബന്ധപ്പെട്ടിട്ട് ഞാൻ 3 ദിവസമാണോ ഹോം കെയറിന് പോയിട്ടുള്ളത്. മുമ്പൊരു വേദിയിൽ ഞാൻ ആ ഒരു അനുഭവം പങ്കുവെച്ചിട്ടുണ്ട്. കാരണം നിസാര മുറിവുകൾ പോലും കാണാനോ നോക്കാനോ പറ്റാത്ത നമ്മൾ പോയാൽ കാണുന്നത് വെട്ടി മാറ്റാൻ പറഞ്ഞ കാലുകൾ നന്നായിട്ട് കെയർ ചെയ്യുന്ന സിസ്റ്റർമാരെയാണ്. അത് സിസ്റ്റർമാർ കെയർ ചെയ്യുന്ന സമയത്ത് അടുത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കി കാണുന്ന നമ്മുടെ വളണ്ടിയേഴ്സ്, അതുകൂടാതെ ഇവരുടെ കൂടെ സമയം പോകുന്ന ഇബ്രാഹിക്ക, അതേപോലെ വേറെ ഏതെങ്കിലും വ്യക്തികൾ, ഇവരൊക്കെ 1 രൂപ പോലും പ്രതിഫലത്തിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. കുറച്ച് മുന്നേ റിയാസ്ക പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ഥാപനം ഈ ഒരു രീതിയിലായ ഒരു കഥ. ആ ഒരു സ്ഥാപനത്തിനിടയിൽ റിയാസ്ക വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ എന്താണ് ഈ ആളെ പേര്, മൊയ്തു ആഴ്ചക്ക് ഈ ഒരു സ്ഥാപനം കൊടുത്ത കഥ ആണ്. മൊയ്തു ആഴ്ചക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കൊടുത്തത് കൊണ്ട് ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ധൈര്യപൂർവ്വം ഭയങ്കര ആശ്വാസത്തിൽ കയറി വരുന്നുണ്ട്. ഓരോ മാസവും വലിയൊരു തുകയാണ് ഇതിൻ്റെ വാടകയായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു സ്ഥാപനം എന്നൊരു വീട് മാത്രം ആയ ഈ ഒരു പ്രദേശം, ഇന്ന് കാണുന്ന ഈ ഒരു എന്താണ് പറയുക, ഓരോ ക്യാബിനും കാര്യങ്ങളും, രോഗികൾക്ക് ഫൈൻ കെയറിൻ്റെ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ഇടം, ഡോക്ടർക്ക് ഇരിക്കാനുള്ള ഇടം, അതേപോലെ ഈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുറ്റത്തേക്ക് ഒരു പരിപാടി നടക്കാൻ നമുക്ക് വേറൊരു സ്ഥലം ആശ്രയിക്കാതെ
ഇരിപ്പിടത്തിന് വേറൊരു സ്ഥലത്തേക്ക് പോവാതിരിക്കാനുള്ള ഈ ഒരു പ്ലേസ് ഈ ഒരു കാണുന്ന രീതിയിൽ ഈ ഒരു ഫൈൻ കെയർ ക്ലിനിക്ക് മാറാൻ കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ്. നല്ലവരായ ഒരുപാട് നാട്ടുകാർ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേഴ്സണലായിട്ട് ഒരുപാട് ബാധ്യതകൾ ഇബ്രാഹിക്കാക്ക് ഉണ്ട്. പക്ഷേ ആ ഒരു ബാധ്യതകൾ നമുക്ക് മാറ്റണം. എല്ലാ കാലവും നമ്മുടെ ഈ ഒരു ക്ലിനിക്ക് വാടക കെട്ടിടത്തിൽ നിന്ന് മാറി സ്വന്തമായ ബിൽഡിങ്ങിലേക്ക് പോകണം. കാരണം ഭീമമായ സംഖ്യയാണ് നമ്മൾ വാടക കൊടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നാളെ നമ്മൾ ഇങ്ങനെ ഒരു ക്ലിനിക്കിനെ ആശ്രയിക്കും. ഒരുപാട് ക്ലിനിക്ക്, ഒരുപാട് ഫൈൻ കെയർ പാലിയേറ്റീവ് നമ്മുടെ തൊട്ടടുത്തുണ്ട്. നമുക്ക് എല്ലാവരും വേണം. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധം നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന ഒരു സ്ഥാപനമാണ് അല്ലേ. നമ്മൾ 2 പ്രാവശ്യം ഒരാളെ വിളിച്ചാൽ മൂന്നാമത് നമ്മൾ അവരെ വിളിക്കുമോ? ഇല്ല. ഒരു തവണ വിളിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കെന്താണ് പിന്നെ അവരെ അടുത്ത് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതാണ് ഫൈൻ കെയർ പാലിയേറ്റീവ് എന്നത്. കാരണം അവരോട് നമ്മൾ ഒരു തവണയെ കാര്യങ്ങൾ പറയേണ്ടു, പിന്നെ അവർ മനസ്സാ അറിഞ്ഞുകൊണ്ട് വന്ന് സേവനം ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു വനിതാ സംഗമ പരിപാടി എന്നത് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനൊരു പ്രോഗ്രാം നടത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ എന്താണ് കുരിക്കിലാട് ഫൈൻ കെയർ എന്നും ആ ഫൈൻ കെയറിൽ എന്തൊക്കെ സേവനങ്ങൾ നടക്കുന്നു എന്നും നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരും തൊട്ടടുത്ത ആൾക്കാരും അറിയണം. അപ്പോൾ എല്ലാവർക്കും അറിയാം, സ്ത്രീകളാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാന ഘടകം. നമ്മൾ ഒരു കാര്യം അറിഞ്ഞാൽ വീട്ടിലുള്ള പുരുഷന്മാരൊക്കെ കളിയാക്കൂല്ലേ, നിങ്ങൾക്കൊന്നറിഞ്ഞാൽ 10 ആൾ അറിഞ്ഞതിന് സമാണെന്നല്ലേ. ഇന്ന് നിങ്ങൾ ഈ ഒരു 2 മണിക്കൂർ നമുക്ക് മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത് ഫൈൻ കെയർ ക്ലിനിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യവും അതേപോലെ തന്നെ സീനിയർ എക്സ്പീരിയൻസ് ആയ നമ്മുടെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രഭാഷണം വഴി കിട്ടുന്ന കാര്യം അതേപോലെ തന്നെ ഇവിടെ ഉള്ള വിശിഷ്ട വ്യക്തികൾ പറഞ്ഞു തരുന്ന കാര്യവും നമ്മൾ നമ്മുടെ മനസ്സിൽ വെക്കുക. അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ നമ്മൾ ഈ ഒരു പാലിയേറ്റീവിന് വേണ്ടി സംഭാവന ചെയ്യുക. ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെങ്കിൽ നമുക്കൊരു ദിവസം ഇവരുടെ കൂടെ ഹോം കെയറിന് പോയാൽ എന്താ അല്ലേ. നമ്മൾ ഫൈൻ കെയറിൻ്റെ ഭാഗമാവാൻ നമ്മൾ ശ്രമിച്ചാൽ എന്താ, നാളെ നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ എന്തായാലും പാലിയേറ്റീവിനെ ആശ്രയിക്കും. അതെന്തായാലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, അസുഖങ്ങൾ പെട്ടെന്ന് വരും. ഇന്ന് മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തി രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ കേൾക്കുന്നത് സൈലന്റ് അറ്റാക്കാണ്. ആഫ്റ്റർ കോവിഡ് ഒരുപാട് അസുഖങ്ങൾ നിരന്തരം വരുന്ന കാലഘട്ടത്തിൽ ഏത് നിമിഷവും നമുക്ക് പാലിയേറ്റീവ് അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ഈ ഒരു വേളയിൽ നമുക്ക് ഒരു ദിവസമെങ്കിലും ഹോം കെയറിന് പോവാനോ അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു ഫൈൻ കെയർ പാലിയേറ്റീവിനെ കുറിച്ചിട്ടുള്ള അവിടുത്തെ ഗുണങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സദക്കയായിട്ട് വെച്ച ഒരു എമൗണ്ട് ഉണ്ട് അത് നമ്മുടെ പാലിയേറ്റീവിന് സംഭാവന ചെയ്യാനോ നമ്മൾ സ്വയം ചിന്തിക്കണം. ആ ഒരു നമ്മൾ ചിന്തിക്കുന്നതോടൊപ്പം നമുക്ക് കിട്ടുന്ന ഐഡിയാസ് മറ്റുള്ളവർക്ക് മുമ്പിൽ ഷെയർ ചെയ്യാനും വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വനിതാ സംഗമം ഇവിടെ നടത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ എല്ലാ പരിപാടികളും നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണത്തോടു കൂടി വിജയിപ്പിക്കാനും നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാവണം. 4-ാം തീയതി നമ്മുടെ പാലിയേറ്റീവ് രോഗികൾക്കായി നടത്തുന്ന പകൽ വീട് പരിപാടിയുണ്ട്. നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 100-ൽ പരം രോഗികൾക്ക് ഒരു ദിവസം സന്തോഷകരമാക്കാൻ വേണ്ടിയാണ് വർഷം തോറും നമ്മുടെ കുരിക്കിലാട് ഫൈൻ കെയർ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ആരോഗ്യമുള്ള ആൾക്കാരാണല്ലേ. നമുക്ക് വിചാരിച്ചാൽ ഒന്ന് പാർക്കിൽ പോകണമെന്ന് വിചാരിച്ചാൽ പാർക്കിൽ പോവാം, മക്കളെയും കൂട്ടിയിട്ട് ഒന്ന് വണ്ടർല പോകണമെന്ന് വിചാരിച്ചാൽ അവിടെ പോവാം. പക്ഷേ രോഗികളായാൽ നമുക്ക് പണം അവിടെ വലുതല്ല, ഒന്നും വലുതല്ല. അവിടെ നമ്മൾ 4 ചുവരുകൾക്കുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരവസ്ഥ. അങ്ങനെയുള്ള പാലിയേറ്റീവ് രോഗികൾ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാർക്ക് ഒരു ദിവസം ആസ്വാദനകരമാക്കാൻ വേണ്ടിയാണ് നമ്മൾ പകൽ വീട് നടത്തുന്നത്. ഈ വരുന്ന 4-ാം തീയതി നമ്മുടെ ഈ ഒരു കുരിക്കിലാട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. അന്നത്തെ ആ ഒരു പ്രോഗ്രാമിന് നമ്മളും അവരുടെ കൂടെ വേണം. അതുകൂടാതെ 15-ാം തീയതി പാലിയേറ്റീവ് ദിനം, പാലിയേറ്റീവ് രോഗികളെ ഓർക്കാൻ വേണ്ടിയാണ് അന്തർദേശീയ തലത്തിൽ നമ്മൾ പാലിയേറ്റീവ് ദിനം ആചരിക്കുന്നത്. ആ ഒരു ദിനത്തിൽ ചായ സൽക്കാരം നടക്കുന്നുണ്ട്. ഈ ഒരു കഴിഞ്ഞ വർഷം ഫൈൻ കെയറിൽ ഒരു ചായ സൽക്കാരം നടന്നിട്ടുണ്ട്. അന്ന് എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ദിനം ആഘോഷകരമാക്കിയിട്ടുണ്ട്. അതുപോലെയല്ല, അതിലും 10 മടങ്ങ്
ആഘോഷത്തിൽ നമ്മുടെ ഈ ഒരു ചായ സൽക്കാരം നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയ 100-ൽ പരം ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ സന്തോഷമുണ്ട് സദസ്സ് കാണുമ്പോൾ. തുടക്കത്തിലുള്ള ആശങ്കകളൊന്നുമില്ല. ഈ ഒരു ഹാളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങളിലെല്ലാവരും ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂടെ കുറഞ്ഞത് 2 ആളെങ്കിലും കൊണ്ടുവരികയും ചെയ്താൽ നമ്മുടെ ആ 15-ാം തീയതിക്കത്തെ പരിപാടി ഇവിടെ വിജയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കൂടുതലൊന്നും പറയുന്നില്ല. മുഖ്യപ്രഭാഷണത്തിനും അതേപോലെ അധ്യക്ഷനൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇവിടെ ഇബ്രാഹിക്കയാണ് ചെയർമാൻ ഫൈൻ കെയർ പാലിയേറ്റീവ് കമ്മിറ്റി. ഈ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫൈൻ കെയർ ആണ് ജീവിതം എന്ന് വിചാരിച്ച് ഈ ഒരു ജീവിതം ഇതിനു വേണ്ടി മാത്രം. റിയാസ്ക പറഞ്ഞിട്ടുണ്ട്, വേറൊരു പാലിയേറ്റീവിൽ അംഗമായിരുന്ന ആള് പെട്ടെന്നൊരു ദിവസം അതിൽ നിന്ന് മാറി നിന്നെങ്കിലും അതിന് 100 ഇരട്ടിയായി വളർന്ന് ഇന്ന് ഈ ഒരു മഹാസ്ഥാപനം പടുത്തുയർത്താൻ വേണ്ടി എന്താണ് കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, വനിതാ സംഗമ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ കുറച്ചു മുമ്പ് നമുക്ക് വേണ്ടി ഫൈൻ കെയർ എന്താണെന്നും അതിൻ്റെ മേന്മകളും നല്ലൊരു പ്രഭാഷണത്തിലൂടെ മനസ്സിലാക്കി തന്ന റിയാസ്ക, ജനറൽ സെക്രട്ടറി ഫൈൻ കെയർ കമ്മിറ്റി, അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് രാജേഷ് ചോറതാണ്. മുൻ മെമ്പറും നമ്മുടെ പുതിയ മെമ്പറായതിനു ശേഷമുള്ള ആദ്യ പരിപാടി തന്നെ ഹൃദയസ്പർശിയായ പരിപാടിയാണ്. ഇതേപോലെ തന്നെ 5 വർഷക്കാലം നല്ല നല്ല പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്നുകൂടി ഈ ഒരു വേളയിൽ ആശംസിക്കുന്നു. അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് വേണ്ടി ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താനെത്തിയത് റിട്ടയർഡ് സീനിയർ നേഴ്സിംഗ് ഓഫീസർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ശ്രീമതി ചന്ദ്രലേഖ അവർകളാണ്. കുറച്ചു മുമ്പേ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് രോഗികളോടൊപ്പം വർഷങ്ങളോളം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുകയും അതേപോലെ അവരെ ശുശ്രൂഷിച്ച് ഒരുപാട് ജീവിതത്തിലേക്ക് പടുത്തുയർത്തുകയും ചെയ്ത വ്യക്തിത്വത്തിനുടമയാണ് ശ്രീമതി ചന്ദ്രലേഖ അവർകൾ. നമുക്ക് മുമ്പിൽ ഒരുപാട് കഥകളും അതേപോലെ തന്നെ പടുത്തുയർത്തിയതിൻ്റെ കഥകളും വിവരിക്കാനുണ്ടാകും. അദ്ദേഹത്തിൻ്റെ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കാത്തിരിക്കാം. അദ്ദേഹത്തെയും ഇന്നത്തെ ഈ ഒരു വനിതാ സംഗമ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നന്ദി അറിയിക്കുന്നത് ജീജ, ഫൈൻ കെയർ നേഴ്സാണ്. അവരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ പങ്കെടുക്കുന്ന മറ്റ് മാനേജ്മെൻറ്റ് അംഗങ്ങൾ, പിന്നെ നമ്മുടെ ഇന്നത്തെ സ്നേഹപൂർവ്വമുള്ള ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ ഈ ഒരു മണിക്കൂറുകളോളം നമുക്ക് വേണ്ടി ചിലവഴിക്കാനെത്തിയ എൻ്റെ പ്രിയപ്പെട്ട വനിതാ സംഗമത്തിൻ്റെ നാടിയല്ലി എന്ന് പറയുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഫൈൻ കെയർ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷം അടുക്കുമ്പോഴാണ് നമ്മളോട് വനിതാ സംഗമം വേണമെന്ന് തോന്നിയത്. അങ്ങനെ തോന്നാൻ പല കാരണങ്ങളുമുണ്ടായിരുന്നു. അതിൽ ചില കാരണങ്ങളൊക്കെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇതിനെ നന്നായി മനസ്സിലാക്കിയ സഹസംഘം കൺവീനറും ടീച്ചർ നിങ്ങളോട് വിവരിച്ചിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് ഒരു അധ്യസ്ഥ പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എല്ലാ സമയങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി വിവരിച്ച് പറയണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പ്രയാസമാവുമല്ലോ എന്നോർത്ത് നിർത്തിവെക്കാറാണ് പതിവ്. മാത്രമല്ല, ദൂരെ ദിക്കുന്ന് വന്ന വിശിഷ്ട അതിഥി നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു സദസ്സിനൊരു മര്യാദയുണ്ടല്ലോ, ആ മര്യാദ വിട്ട് ഞാൻ സംസാരിക്കുന്നത് ശരിയുമല്ല താനും. എങ്കിലും ചില ചില്ലറ കാര്യങ്ങൾ ഞാൻ പറയാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളത് അറിഞ്ഞ് എന്ന് വരില്ല. ഫൈൻ കെയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാലിയേറ്റീവാണ്, അതിലുപരി ഒരു ക്ലിനിക്കാണ്, അതിലുപരി നമ്മുടെ നാട്ടിൻ്റെ ഓരോ മൂലയിലും നടക്കുന്ന സംഭവങ്ങൾ
മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരെ താങ്ങി നിർത്താൻ ഏത് വിധത്തിലാണോ താങ്ങേണ്ടത്, മരുന്ന് കൊടുത്താണെങ്കിൽ അങ്ങനെ, ആൾ സഹായമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ, ഇനി മറ്റ് പലതരത്തിലുമാണെങ്കിൽ അങ്ങനെ എന്ന് വിചാരിക്കുന്ന ചുരുക്കം ചില പാലിയേറ്റീവിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പാലിയേറ്റീവാണ് ഫൈൻ കെയർ. ഈ ഫൈൻ കെയർ എന്ന പേര് അത്രത്തോളം ആലോചിച്ചിട്ടൊന്നും ഇട്ടതല്ല. ഞാൻ തന്നെയാണ് ഫൈൻ കെയർ എന്ന് പേരിട്ടത്. പക്ഷേ ഫൈൻ കെയർ എന്ന് പേരിട്ട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പം ഫൈൻ കെയറായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഫൈൻ കെയറിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഞാൻ നടത്തുന്ന അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന പാലിയേറ്റീവ് വളരെ കേമമാണ് എന്നല്ല ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഇപ്പോൾ വില്യാപ്പള്ളിയിൽ 4 or 5 പാലിയേറ്റീവ് ഉണ്ട്. പാലിയേറ്റീവ് എങ്ങനെയാണ് നടത്തുന്നത്? രാവിലെ 10 മണി മുതൽ 2 മണി വരെ, അല്ലെങ്കിൽ 2:30 മണി വരെ. അത് ആഴ്ചയിൽ 2 ദിവസം. അപ്പോൾ ആയഞ്ചേരി റോട്ടിൽ നിന്ന് ഇന്നാളത്തെ ഒരു വിളി വന്നു. 4 പാലിയേറ്റീവ് അവിടെ ഉണ്ട്. 11 മണിക്കാണ് വിളി വന്നത്. ഇന്നാളത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5-6 മാസമായി പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ തന്നെയാണ് ഫോൺ എടുത്തത്. ആ സ്ത്രീ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ഉമ്മാക്ക് ക്യാൻസറാണ്, ഒരു ഗ്ലൂക്കോസ് കൊടുക്കാൻ വേണ്ടി ആരെയും കിട്ടുന്നില്ല, നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിക്കുന്ന ആ സ്വരം കേട്ട് കഴിഞ്ഞാൽ തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ സ്ത്രീ വിളിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ അവിടെ പാലിയേറ്റീവ് വരാറില്ലേ, അവരൊന്നും വിളിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു. അഡ്രസ്സ് പറഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് നമ്മളെ നേഴ്സും മറ്റു കാര്യങ്ങളും അവിടെ എത്തി. ഉടനെ നേഴ്സ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ്, സാറേ തീരെ ഓക്സിജൻ ഇല്ല, ഇത്രയാണുള്ളത്, ഉടനെ ഓക്സിജൻ വേണമെന്ന്. ഞാനിവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ആ സിലിണ്ടർ അവിടെ എത്തിച്ചു. മറ്റേ മെഷീനൊന്നും എടുക്കാൻ വേണ്ടി നേരെയില്ല. ഞാൻ ആംബുലൻസിൻ്റെ ഡ്രൈവറോട് പറഞ്ഞ് സയറിനിട്ടിട്ട് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് തന്നെ പോടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെയ്യുന്ന ഒരു സംഗതി വിവരിക്കുകയാണ്, കൂടുതൽ വിവരിക്കാൻ സമയമില്ല കേട്ടോ. അപ്പോൾ അവിടെ എത്തി. അവർക്ക് അന്നേരം ആ ഓക്സിജൻ കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ സ്ഥിതി തീരെ വഷളാവുമായിരുന്നു. ഓക്സിജൻ കൊടുത്തു, ഗ്ലൂക്കോസ് കൊടുത്തു, മറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതുണ്ടായിരുന്നു, അതും കൊടുത്ത് സിസ്റ്റർ 1-2 മണിക്കൂർ സമയം അവിടെ ചെലവഴിച്ച് തിരിച്ചു വരുമ്പോൾ ആ വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ മുഖങ്ങൾ ഒരുപാട് സന്തോഷപ്രദമായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ഉമ്മ മരിക്കുന്നത് വരെ ഞങ്ങളെ അവിടെ പോയിട്ടുള്ളൂ. ഞങ്ങൾ പോയി അവർക്ക് വേണ്ടുന്ന സമയങ്ങളിലൊക്കെ വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്ത് അവിടുന്ന് ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഉമ്മ നമ്മളിൽ നിന്ന് വിട്ട് പോവുകയും ചെയ്തു. ആ ഉമ്മ വിട്ടു പോയതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നു. ഞാനില്ലാത്ത സമയത്താണ് ഇവിടെ വന്നത്. ഇവിടെ അറ്റൻഡർക്ക് നമ്മൾ അർഹിക്കുന്ന തരത്തിലുള്ള വലിയൊരു സംഖ്യയും കൊടുത്ത് നിങ്ങൾ ചെയ്തു തന്ന സേവനം ഞാൻ മരിക്കുന്ന കാലത്തോളം മറക്കുകയില്ല. എപ്പോഴും ഞാൻ ഈ ഫൈൻ കെയറിനെ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് ഞങ്ങൾക്ക് ആവശ്യം. പൈസ വേണം, പൈസ ഇല്ലാതെ കണ്ട് ഒരു സംഗതി നടക്കില്ല. ഇപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സിസ്റ്റർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സിസ്റ്റർക്ക് പൈസ കൊടുക്കണ്ടേ? ഡോക്ടർ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണ്ടേ? അപ്പോൾ ഇതിനൊക്കെ പൈസ വേണം. പൈസ ഇല്ലാതെ കണ്ട് ഒരു സംഗതി നടക്കില്ല. പക്ഷേ പൈസേൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടത് എന്താണോ ആവശ്യം, ആ ആവശ്യം നിർവഹിക്കപ്പെടുക. പാലിയേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഓക്സിജൻ വേണോ, കട്ടിൽ വേണോ,
അല്ലെങ്കിൽ മെഡിസിൻ വേണോ, അല്ലെങ്കിൽ മറ്റ് സംഗതികൾ വേണോ, ഇപ്പം ഒരു എന്താ പറയുക, എന്താണോ ആവശ്യം, ആ ആവശ്യം നിർവഹിക്കപ്പെട്ട് കൊടുത്ത് നമുക്ക് രാവിലെ 9 മണിക്കൂടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്ന അവസരത്തിൽ ഇന്ന സംഗതികളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് വരിക. അങ്ങനെ വന്ന് ഇവിടുത്തെ ചുറ്റുപാടുകൾ വേറെ വഴിക്കാണ് പോവുക. അവിടെ നിന്നൊരു ഫോൺ വന്ന്, ഇവിടുന്ന് വേറൊരു ഫോൺ വന്ന്, മറ്റേത് വേറെ ഫോണ്, രാവിലെ മുതൽ ഇതാ ഇത്ര ആളുകൾ, പിന്നെ ഇന്നേ ഭാഗം ഇത്ര, ഇന്നേ ഭാഗം ഇത്ര, ഇന്നേ ഭാഗം, അതെല്ലാം അവിടെ ബാക്കിയായിരിക്കും. പുതിയതാ പോകേണ്ടി വരിക. കാരണം ഒരുത്തേൽ ശ്വാസം ഉണ്ടാവില്ല, ഒരുത്തേൽ മറ്റ് സംഗതികളുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളാണ് വരിക. ഈ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ വണ്ടി വേണം. ഇപ്പം 3 വണ്ടി വേണ്ടിയിട്ട് തികയുന്നില്ല. 171ഓളം പേഷ്യൻറ്റ് ഞങ്ങളിപ്പം ചെറുതും വലുതുമായിരിക്കുന്ന പേഷ്യൻ്റ് ഞങ്ങളുടെ അടുത്തുണ്ട്. ഈ 171 പേഷ്യൻറ്റിനെ വേണ്ട വിധത്തിൽ നോക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടികൾ വേണ്ടേ, അതിന് ഡ്രൈവർ വേണ്ടേ, അതിനനുസരിച്ചുള്ള സിസ്റ്റർമാർ വേണ്ടേ, അതിനനുസരിച്ചുള്ള മറ്റ് സംവിധാനങ്ങൾ വേണ്ടേ. ഇതൊക്കെ ഒരുക്കുമ്പോൾ ഒരു മാസത്തേക്കുള്ള ചിലവ് നിങ്ങൾ മനസ്സിലായിക്കോ. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് എപ്പം മനസ്സിലാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് പറയുന്ന നേരം മനസ്സിലാവില്ല. അവനവൻ്റെ വീട്ടിൽ 2 നേരം വന്നിട്ട് ആൻറ്റിബയോട്ടിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യണം. ഇന്നലെ വരെ ഹോസ്പിറ്റലിൽ കിടന്നതാണ്, നാളെ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതലാണ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എത്രയോ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, അത് ഞങ്ങളല്ല, ഈ വീട്ടിലുള്ള ആൾ റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ അടുത്തൊരു പാലിയേറ്റീവ് ഉണ്ട്, അവർ വന്നിട്ട് നമുക്ക് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തു തരും, അതിനെ കൊണ്ട് നമ്മളൊന്ന് ഒഴിവാക്കി തരണം. ഓ അങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ ഈ വീട് ചിലപ്പം നിൽക്കുന്നത് ഇവിടുന്ന് 3-4 കിലോമീറ്റർ അകലെ ആയിരിക്കും, എവിടെയാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ 10-15 ഇഞ്ചക്ഷൻ ഉണ്ടാവും ഒരു ദിവസം ചെയ്ത് കൊടുക്കണ്ടേ, അതിനായിട്ടൊരു നേഴ്സിന് വേണ്ടി വരും. അപ്പം നമ്മൾ കാശുള്ളവരുടെ നിന്ന് കാശ് മേടിക്കും, കാശില്ലാത്തവരുടെ നിന്ന് കാശ് മേടിക്കില്ല. അപ്പോൾ ഇതൊക്കെ പാലിയേറ്റീവ് സംവിധാനത്തിൽ നിന്ന് പുറത്താണ്. കാരണം പാലിയേറ്റീവ് സംവിധാനം എന്ന് പറയുന്ന നേരം കാശുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എല്ലാവർക്കും എല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നരിക്കുനി ഒരു പാലിയേറ്റീവ് ഉണ്ട്. അവരുടെ ജനങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോരോ വ്യക്തികളും 20 ഉറുപ്യ ഒരു മാസത്തിൽ ഈ പാലിയേറ്റീവിന് കൊടുക്കും. എത്ര? 20 ഉറുപ്യ. 22 ലക്ഷം ഉറുപ്യ ഒരു മാസത്തിൽ അതിന് ചിലവ് വേണം. ഒരു മാസത്തിൽ അത്രയും വലിയ പാലിയേറ്റീവാണ്. അപ്പോൾ ഈ 20 ഉറുപ്യ കൊടുക്കുന്നതിനെ കൊണ്ടാണ് ഇത്രയും വലിയ സംഖ്യ. ആ പ്രദേശത്തുള്ള എല്ലാവരും ആബാലവൃദ്ധൻ ജനങ്ങളും 20 ഉറുപ്യ കൊടുക്കുവാണ്. 20 ഉറുപ്യ അവരെ പിന്നെ ഇതുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിലിപ്പോൾ തട്ടിക്കൊടുക്കും 20 ഉറുപ്യ. അപ്പോൾ പലതുള്ളി പെരുവെള്ള എന്ന് പറഞ്ഞ മാതിരി ഈ 20 ഉറുപ്യ കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അവിടെ മിച്ചാന്നാണ് പറഞ്ഞു എന്നോട്. നമ്മളെ മജീദ് മാഷ്, കിപ്പിൻ്റെ മുൻ ചെയർമാനായിരിക്കുന്ന മജീദ് മാഷ് ഇവിടെ വന്ന് ക്ലാസ് എടുത്താണ്. അദ്ദേഹം തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞതാണ് നമ്മളവിടെ പാലിയേറ്റീവ് നടക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ അതൊക്കെ ഞാനിവിടെ പയറ്റി നോക്കിയിട്ട് എനിക്കതൊന്നും എന്താകുന്നില്ല. ഇപ്പോൾ ഒരു മാസം തന്നിട്ടുണ്ടെങ്കിൽ 20 അല്ല 100, ഞാൻ 100 വെച്ച്. കാരണം 20 കൊണ്ടൊന്നും ആവില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം ഞാൻ 100 ഉറുപ്യ വെച്ച്. അപ്പോൾ ചിലപ്പോൾ 2-3 മാസം ചിലരൊക്കെ തരും, 3 മാസം കഴിഞ്ഞാൽ അയാളത് മറക്കും. പിന്നെ ഞാനൊന്ന് വാട്സപ്പിൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്ന നേരം പിന്നെയും ഓർമ്മ വരും, പിന്നെയും ഒന്ന് എപ്പോഴെങ്കിലും. പക്ഷേ അതൊന്നും വർക്കൗട്ടാകുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾക്ക് വർക്കൗട്ടാവണം. കാരണം നമ്മളെ വീട്ടിൽ എപ്പോഴാണോ ഈ വണ്ടി വന്ന് നിൽക്കേണ്ടത് എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. ഇന്ന് ഞാനീ ഈ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് പറയുമ്പോഴും നിങ്ങൾ കേൾക്കുമ്പോഴും നാളെ ആരൊക്കെ എഴുന്നേറ്റ് നിൽക്കാനുണ്ടാവും എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഞാൻ വ്യക്തിൻ്റെ പേര് പറയുന്നില്ല, അദ്ദേഹം ഒരു ദിവസം ഇവിടുന്ന് നമ്മളുമായിട്ട് സംസാരിച്ച് പോയതാണ്. പിറ്റേന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒരു ചെറിയ മയക്കമുണ്ടല്ലോ, അങ്ങനെ മയങ്ങിയതാ.
പക്ഷെ മയക്കത്തിൽ നിന്ന് അയാൾക്ക് എഴുന്നേക്കാനാകുന്നില്ല. ചോറ് നിന്ന് കിടന്നതാ, അയാൾക്ക് എഴുന്നേക്കാനാവുന്നില്ല. ബാക്കി ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയോ ഭാര്യ കണ്ടപ്പോൾ അയാളെ പിടിച്ച് എണീച്ച് നടക്കാനാവുന്നില്ല. ഉടനെ ആംബുലൻസ് വരുത്തി കൊണ്ടുപോയി. ഏകദേശം ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പോഴും സംഗതി ഒന്ന് സ്ട്രോക്ക് വന്നതാ. ഇപ്പോഴും സംഗതി ഒന്നും നേരാൻ വണ്ണം ശരിയായിട്ടില്ല. ഇവിടെ വന്ന് ഇപ്പോഴും ഫിസിയോ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളെ ഓരോരുത്തരുടെയും അവസ്ഥ. ഈ അവസ്ഥകൾ മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മളെ നാവ് കൊണ്ടാവുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി ഇതിനൊന്നും നമുക്കാകുന്നില്ല, എന്തെങ്കിലും പൈസ കൊണ്ട് കൊടുക്കാനാവുന്നുണ്ടോ, പൈസ കൊടുക്കുക. ഇതിന് രണ്ടിനെ കൊണ്ട് സാധിക്കുന്നില്ല, എന്തെങ്കിലും ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അങ്ങനെ ചെയ്യാം. ഞാൻ ഇതുപോലെ കിടന്നതിന് ശേഷം എനിക്കിതൊന്നിനും സാധ്യമല്ല, എൻ്റെ പൈസ കൊടുക്കാൻ എനിക്ക് സാധ്യമല്ല, എൻ്റെ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോകാൻ സാധ്യമല്ല, എൻ്റെ മറ്റ് പ്രവൃത്തികൾ കൊണ്ട് ചെയ്തു കൊടുക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നാളെ 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 എന്ന് നീട്ടിവെക്കാതെ കണ്ട് ഇന്ന് ഇപ്പോൾ ഈ അവസരത്തിൽ എന്താണ് നമുക്ക് സാധിക്കുക അത് ചെയ്യുക. നാളെ ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആയി എന്ന് വരില്ല. അതുകൊണ്ട് ഇനിയും എൻ്റെ അനുഭവത്തിൻ്റെ കാഴ്ചകൾ, ഒരുപാട് പ്രയാസപ്പെടുന്ന തിരിഞ്ഞൊന്ന് കടക്കാൻ പറ്റാത്ത രോഗികൾ, നിങ്ങളെ ഞാൻ കാണുന്നില്ലല്ലോ, ഒരു മാസക്കാലമായല്ലോ കണ്ടിട്ട്, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആശ്വാസം ഉണ്ടാവും. നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ഒരുപാട് വേദന കുറയുന്ന തരത്തിലുണ്ട്. നിങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കും സങ്കടമാവും. എന്താ സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരെ അടുത്ത് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം. കാരണം എനിക്ക് ഇവിടെ തന്നെ ഒരുപാട് ജോലികളുണ്ട്, ഇതെടുത്തിട്ട് അങ്ങോട്ട് വെക്കണം, ഇങ്ങോട്ട് വെക്കണം, മറ്റേതാക്കണം, ഇന്നയാൾ ഇന്നേ സമയത്ത് വരാമെന്ന് പറഞ്ഞ് ഇന്നയാൾ ഇന്നേ സമയത്ത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇന്നേ ഒരു പൈസ തരാമെന്ന് പറഞ്ഞ് അത് കിട്ടുകയുള്ളൂ. അത് കിട്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ശമ്പളം കൊടുക്കേണ്ടി ഉണ്ടാവും, മറ്റ് വാടക കൊടുക്കേണ്ടതുണ്ടാവും, മറ്റ് സംഗതികൾ ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ ഞാൻ റൗണ്ട്സിന് പോയി കഴിഞ്ഞാൽ അത് നടക്കില്ല, അത് ഏൽപ്പിക്കാൻ വേണ്ടി വേറൊരാളുണ്ടാവില്ല. ഈ സങ്കടങ്ങളൊക്കെ നിങ്ങളെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞത്. ഇത് എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരാളെ വീട്ടിലേക്ക് വേണ്ടിയിട്ടോ അല്ല ഈ പറയുന്നത്. നമ്മളെയൊക്കെ സാമൂഹ്യപരമായി ജീവിക്കുമ്പോൾ നമുക്ക് അന്യോന്യം എന്തൊക്കെ അന്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നോ നമ്മളെക്കാൾ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് സായുജ്യമടിയുക. അല്ലാതെ കണ്ട് ഞാൻ കുറേ പൈസ ഉണ്ടാക്കി, ഞാൻ ഇന്നങ്ങ് മരിച്ചുപോയി, എൻ്റെ കൂടെ പൈസ അങ്ങ് വരുമോ? ഇല്ല. നാളെ ഞാൻ എൻ്റെ മക്കൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മക്കൾ ചിലപ്പം തോന്നിവാസത്തിന് ഉപയോഗിക്കും, ചിലപ്പോൾ നല്ലതിന് ഉപയോഗിക്കും, എന്തോ ആവട്ടെ. ഇന്ന് ഞാൻ ചെയ്യുന്ന എനിക്ക് വേണ്ടുന്ന സംഗതികൾ എൻ്റെ മക്കൾ ചിലപ്പം ചെയ്തെന്ന് വരില്ല. അപ്പോൾ ഓർത്തുകൊണ്ട് നാളെയെ നമ്മൾ ഇന്നാക്കി മാറ്റുക. ഇന്നെന്താണോ നമുക്ക് സാധിക്കുന്നത് അത് ഈ പൈലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫൈൻ കെയറിന് തന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആർക്ക് ചെയ്താലും ഉദ്ദേശം ശുദ്ധിയായിരിക്കണം. ഉദ്ദേശം ശുദ്ധിയായി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ നമുക്ക് അതിനുള്ള ഗുണം തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഓരോരുത്തരെയായി അല്ലെങ്കിൽ ഈ 2 ആൾക്കാരായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. രാവിലെ ഒരു 9 മണിക്ക് ഇവിടെ വരിക, ഒരു ദിവസം എൻ്റെ ഒപ്പം കൂടുക. ഞാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം അനുഭവിക്കുന്ന ഏതെല്ലാം തരത്തിൽ ആൾക്കാരുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇനിയും ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മേഡത്തിന് വിഷമാവും. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി രാജേഷ് ചോറോഡിനെ അയാളിപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് 2 ദിവസമേ ആയിട്ടുള്ളൂ. ആദ്യം ഒരു വേദി നമുക്ക് തന്നെ കൊടുക്കുക എന്ന് അതിനൊരു അവസരവും ഒത്തു വന്നതുകൊണ്ട് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ ആദരവോടുകൂടി ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ചെയർമാൻ ഇബ്രാഹിം ഹാജി സൂചിപ്പിച്ച പോലെ ഗ്രാമപഞ്ചായത്ത് അംഗമായതിനു ശേഷം ഒരു പൊതുവേദിയിൽ ഇത്രയും ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ ഒരവസരം കിട്ടി എന്നുള്ളത് വളരെ സന്തോഷം തോന്നുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോ സാംസ്കാരിക സംഘടനയോ ഇത്തരം ഒരു വനിതാ സംഗമം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കൂട്ടത്തെ ഞാൻ എവിടെയും കാണുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശങ്ങളിൽ പഞ്ചായത്തിലായാലും മറ്റും കൊണ്ടുവന്ന കസേരകൾ
ആരും കാണാതെ കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് മുൻനിരയിൽ മാത്രം 19 കസേലകൾ ഇട്ടുകൊണ്ട് അതിൽ ആളുകളെ കുത്തി നിറക്കുന്ന ഒരവസ്ഥയാണിത് സംഘാടകന്മാർക്കുണ്ടാകാറ്. പക്ഷെ ഞാൻ ഈ വേദിയിൽ നിന്ന് കാണുന്നത് ഇവിടെയുള്ള ഓഫീസിലെ കസേലകൾ കൊണ്ടുവന്നിട്ടതിന് ശേഷം മതിയാവാതെ ഒരു ഗുഡ്സ് ഓട്ടോയിൽ പിന്നെയും കസേല കൊണ്ടു നടക്കുന്നൊരു കാഴ്ചയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു പാലിയേറ്റീവ് കെയറിനോട് ഈ നാട് കാണിക്കുന്ന, ഒരു സമൂഹം കാണിക്കുന്ന സ്നേഹവും ആദരവും ആണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. വലിയ തിരക്ക് പിടിച്ച ദിവസമാണിന്ന്. നിരവധി കല്യാണങ്ങൾ, വീട്ടുകൂടലുകൾ, അങ്ങനെ 4-5 പരിപാടികളിൽ പങ്കെടുക്കേണ്ട ആളുകളാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരുപാട് ജോലികൾ അതിനുപരിയായിട്ടുണ്ടാകും. അതൊക്കെ മാറ്റിവെച്ച് ഈ ഒരു സമയത്ത് പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരു നാടിൻ്റെ മർമ്മമറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവ് സംഘടന എന്നത് ആ പ്രദേശത്തിൻ്റെ വിളക്കാണ്. അത്തരമൊരു വിളക്കിനാണ് 3 വർഷം മുമ്പേ ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ സന്മനസ്സുകൾ തിരികൊളുത്തിയത് എന്നതാണ് ഇതിനെ മറ്റു പാലിയേറ്റീവ് കെയറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആ തിരി അണയാതെ ഇന്നും സംരക്ഷിച്ചു പോകുന്നു എന്നത് മാത്രമല്ല, ആ തിരിയുടെ ശോഭ കെടാതെ മങ്ങലേൽക്കാതെ നിലനിർത്തി പോരുന്നു എന്നതല്ല, അതിൽ നിന്ന് തീനാളങ്ങൾ സൂര്യ തേജസ് പോലെ ഉയർന്നു വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. ഈ 3 വർഷക്കാലത്തിനടുത്ത് നടത്തിയ ഒട്ടനവധി പരിപാടികൾ, അതിൽ മിക്കതിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ തന്നെ കാണുന്ന ഈ ബാനറിൽ നേരത്തെ അവലോകന യോഗത്തിൽ എൻ്റെ സുഹൃത്ത് റിയാസ് സൂചിപ്പിച്ച പോലെ എത്ര പരിപാടികളാണ് നടത്തിയത്. പക്ഷെ അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എൻ്റെ കണ്ണ് വേദിയിൽ നിന്ന് പോയത് ഈ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സിനെ കുറിച്ചാണ്. 2004 മെയ് 20 തിങ്കളാഴ്ച ഇവിടെ നടന്ന മലബാർ ക്യാൻസർ സെൻ്റർ നടത്തിയ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സും പരിശോധന ക്യാമ്പിലും നമ്മുടെ എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് വിലയിരുത്തണം. എൻ്റെ അനുഭവത്തിൽ തന്നെ ആ ക്യാമ്പിൽ എൻ്റെ ഭാര്യ അന്ന് പങ്കെടുത്തിരുന്നെങ്കിൽ ഒരു 6 മാസം മുമ്പേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുമായിരുന്നു എന്നുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുപോകുന്നു, നോട്ടീസിൽ ഇതൊക്കെ വായിച്ചു പോകുന്നു. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ ജീവിതശൈലി രോഗങ്ങൾക്ക് ബാധിതയല്ല. ഞാൻ കൃത്യമായി നാടൻ ഭക്ഷണം കഴിക്കുന്നതാണ്. പാക്കറ്റിലുള്ള ഭക്ഷണങ്ങൾ ഞാൻ കഴിക്കുന്നില്ല. മില്ലിൽ നിന്ന് പഠിപ്പിച്ച മുളകാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, നാടൻ പച്ചക്കറികളാണെന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തി നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ ബോധതലത്തിലേക്ക് സ്വയം കുത്തി നിറക്കുകയാണ്. ഞാനിപ്പോൾ മേഡത്തോട് സൂചിപ്പിച്ചു എന്താണ് നമ്മുടെ പ്രദേശത്ത് ഇത്രയധികം ക്യാൻസർ പേഷ്യൻ്റ് കൂടി വരുന്നത് എന്നതിനെ കുറിച്ച് നമ്മളൊരു അവലോകനം നടത്തണം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 1-2 വാർഡുകളിൽ, ഈ വാർഡുകളിൽ മാത്രമല്ലാതെ വടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നമ്മുടെ ഡിവിഷനിൽപ്പെട്ട 2-3 വാർഡുകളിൽ സ്ഥാനാർത്ഥികളോടൊക്കെ പര്യടനം നടത്തുമ്പോൾ 6-7 മാസം മുമ്പേ ഊർജ്ജസ്വലമായി നടന്നിരുന്ന ഒരുപാട് സഹോദരിമാർ, പ്രത്യേകിച്ച് സഹോദരിമാരാണ്. അവരൊക്കെ കാണാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അവർ വീട്ടിൻ്റെ ഉള്ളിലാണുള്ളത്, അല്ലെങ്കിൽ അവരെ ബന്ധു വീട്ടിലാണുള്ളത്, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ അസുഖങ്ങളൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റിലാണുള്ളത്. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻ്റ്. അടിയന്തരമായി നമ്മുടെ ഈ പ്രദേശത്ത് ക്യാൻസർ ബോധവൽക്കരണം മാത്രമല്ല, ഒരു സർവേ നടത്തിക്കൊണ്ട് ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് സർക്കാർ തലത്തിലുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടി ഫൈൻ കെയർ മുന്നോട്ട് വരണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. പാലിയേറ്റീവ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളെക്കുറിച്ച് ഇവിടെ ചെയർമാനും സ്വാഗത പ്രസംഗത്തിൽ ജംഷീദ് ടീച്ചർ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു സ്ഥാപനം നടത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് പാലിയേറ്റീവ് സംഘടന.
സ്വന്തമായി നമ്മളൊരു കട നടത്തുമ്പോൾ ഇന്ന് നമുക്ക് തുറക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒരു ഷട്ടർ താത്തിയിട്ടാൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമാണ്. ആരോടും മറുപടി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ സ്ഥിരമായി നമ്മൾ പരിചരിക്കുന്ന രോഗികളുടെ വീട്ടിലേക്ക് നമ്മുടെ വളണ്ടിയർമാർ, നഴ്സുമാർ, ഡോക്ടർമാർ എത്താതെ ഒരു ദിവസം വരുമ്പോൾ, ദിവസം മാത്രമല്ല രാവിലെ വരുന്നത് വൈകുന്നേരമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആശങ്കയും അവരിൽ നിന്ന് കേൾക്കുന്ന മറുപടിയും മറ്റൊന്നായിരിക്കും. ഞാനിതിൻ്റെ നഴ്സുമാരെയും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരെയും വളണ്ടിയർമാരെയും ഈ ഭരണസമിതിയെയും ചെയർമാൻ ഉൾപ്പെടെ ആളുകളെയും നമിക്കുകയാണ്. ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വന്തം കർമ്മങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുക എന്നുള്ളത് ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു കരുത്തുണ്ടല്ലോ, അവർക്ക് ലഭിക്കുന്നത് അതാണ് സന്തോഷം. അവർക്ക് വേണമെങ്കിൽ സിനിമ കാണാം, പാട്ട് പാടാം, ഗാനമേളകളിടത്തേക്ക് പോകാം, കുടുംബ വീട്ടുകളിൽ പോകാം, വെക്കേഷനിൽ പലയിടങ്ങളിലും ടൂറ് പോയി ആസ്വദിക്കാം. പക്ഷെ അതിനപ്പുറമായി തൻ്റെ നാട്ടിലുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് അഭയകേന്ദ്രമായി മാറുന്ന ഒരു പാലിയേറ്റീവ് കേന്ദ്രത്തിൻ്റെ സംഘാടകരിൽ ഒരാളാകുക, വളണ്ടിയറാകുക എന്നുള്ളത് ദൈവകൽപിതമായ ഒരു അനുഗ്രഹീതമായ കർമ്മമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എല്ലാവരും ഇതിലേക്ക് കണ്ണിചേരണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വളണ്ടിയർമാരായി നമ്മൾ സ്വയം മുന്നോട്ട് വന്നുകൊണ്ട് ഒരു ദിവസമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ പോകാനും പ്രയാസം അനുഭവിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് വലിയൊരു മനസ്സാണ്. കേട്ടിരിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. രോഗികൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചിന്തിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് സമാധാനമരുളാനുമുള്ള വാക്കുകൾ കാതോർത്തിരിക്കുന്ന ഇത്തരം ആളുകളോട് ഒന്നിച്ച് നീങ്ങുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ മേഡത്തിന് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്താനുണ്ടാകും. കാരണം കൊറോണ കാലത്ത് ഞാനിപ്പോൾ ചോദിച്ചത് അതാണ്, 2015 മുതൽ 2021 വരെ ഈ IPMൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ചന്ദ്രലേഖ മേഡം ആ കൊറോണ കാലത്തുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 1-2 രോഗികളുമായി ഞാൻ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെയുണ്ടായ ഒരു ഭീകരമായ ഒരവസ്ഥ ഞാനിന്ന് ഓർമ്മിക്കുകയാണ്. ഒരു രാത്രി 12 മണിക്ക് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് അറ്റാക്ക് വന്ന് അടിയന്തരമായി കോഴിക്കോടേക്ക് കൊണ്ടുപോകണം. കാറുകളൊന്നും ഉള്ള ആളുകളൊന്നും അതിന് തയ്യാറാവുന്നില്ല. ഞങ്ങൾ അവിടെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് MBBS പഠിക്കുന്ന ചെറുപ്പക്കാരികളായ കുട്ടികൾ ഉറക്കമൊഴിഞ്ഞ് 2-3 മാസ്കുകളൊക്കെ ഇട്ട് ഈ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ഈ വരുന്ന രോഗികളെയും കാത്ത് കിടക്കുകയാണ്. നമുക്ക് പോലും പേടിയാണ് അങ്ങോട്ടേക്ക് കടക്കാൻ. അത്തരം ഒരു ദുരന്ത മുഖത്തേക്ക് നമ്മൾ കടന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു കേരളത്തിൽ നമ്മൾ വിറങ്ങലിച്ച് നിന്ന ആ പഴയ നാളുകളെക്കുറിച്ച് ചന്ദ്രലേഖ മേഡത്തിന് ഒരുപാട് കാര്യങ്ങൾ, അനുഭവങ്ങൾ, ഒരുപാട് രോഗികളെ രക്ഷിച്ച കഥകൾ, ഒരുപാട് ആളുകൾക്ക് ആശ്വാസം പകർന്ന കഥകളൊക്കെ പറയാനുണ്ട്. കഥകളല്ല, അനുഭവങ്ങളാണത്. ആ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും നാളെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ പാലിയേറ്റീവ് പ്രവർത്തന രംഗത്ത് മാറി നിൽക്കാതെ കൂടെ നിൽക്കാൻ എല്ലാവരും ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ചെയ്യുക. ചന്ദ്രലേഖ മേഡം ഒരുപാട് സമയമായി കാത്തിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഒരു വനിതാവേദി ഉണ്ടാക്കണം. അതിന് ആരെ വേണം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായ, നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാമായിരിക്കും, കല്ലേരി റസാഖ്, അദ്ദേഹമാണ് മേഡത്തെ പറഞ്ഞു തന്നത്. അതുപ്രകാരം ഞാൻ മേഡത്തിന് ഫോൺ ചെയ്തു. മേഡം ആ സമയത്ത് തന്നെ ഞാൻ വരാം എന്ന് ഏൽക്കുകയും ചെയ്തു. അപ്പോൾ മേഡം ഒരുപാട് സമയത്തിൽ നിങ്ങളെല്ലൊക്കെ വരുന്നതിൻ്റെ മുമ്പേ തന്നെ മേഡം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്ത് ഇവിടെ വന്ന് നമ്മുടെ സംഗതികളൊക്കെ ചില്ലറ സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്തു. ബാക്കിയൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കി. ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ആദരപൂർവ്വം ചന്ദ്രലേഖ മേഡത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ സമ്പുഷ്ടമാണ് സദസ്സ്. ഞാൻ ഓർക്കുന്നെന്ന്
നിങ്ങൾ എത്രമാത്രം ഈ പ്രദേശത്തുകാർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു സാന്ത്വന പരിചരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഫൈൻ കെയർ ഒരു വനിതാ സംഗമത്തിന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തപ്പോൾ എല്ലാ തിരക്കുകളും, പ്രത്യേകിച്ച് ഞായറാഴ്ച വനിതകൾക്ക് അത്യാവശ്യം സന്ദർശനങ്ങളൊക്കെയുള്ള ദിവസമായിരിക്കും. പക്ഷേ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ വന്ന മനസ്സുകളെ വളരെ നിറഞ്ഞ സ്നേഹത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. നിങ്ങൾക്ക് ഇബ്രാഹിംക ഒത്തിരി ആശങ്കകൾ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. വളരെ വിഷനോടുകൂടി, വലിയ ദിശാബോധത്തോടു കൂടിയാണ് അദ്ദേഹം ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന ആ ചെറിയ സമയത്തിനുള്ളിൽ ഇതിൻ്റെ കാര്യങ്ങൾ, കാരണം ഇവിടെ ഏർപ്പെടുത്തിയ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രമാത്രം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അനുഗ്രഹിക്കപ്പെട്ട മേഖല തന്നെയാണ് ഇതെന്ന്. കാരണം പരിചരണ മേഖലയിൽ 2015 ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. അതിനുശേഷം 2021 വരെ ഞാൻ IPM ഉണ്ടായിരുന്നു. വിവിധ തസ്തികകൾ, സെക്രട്ടറിയായും ചെയർപേഴ്സണായും ഒക്കെ ഉണ്ടായിരുന്നു, വളണ്ടിയറായും. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനുള്ള, കാരണം ഇതിൻ്റെ 3-4 ഇരട്ടി സ്റ്റാഫും ഹോം കെയർ കാര്യങ്ങളും അക്കാഡമിക് കാര്യങ്ങളുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം, ഇത് സാമ്പത്തികമായ ഒരു സ്രോതസ്സ് എന്ന് പറയുന്നത് സാന്ത്വന പരിചരണ മേഖലയിൽ വളരെ വളരെ അത്യാവശ്യമാണ്. നമുക്ക് കീഴിൽ പരിചരണത്തിന് വരുന്ന ആളുകൾ അവരർഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഗുണമേന്മയുള്ള ഒരു പരിചരണമാണ്, അല്ലേ? അങ്ങനെയല്ലേ? ഗുണമേന്മയുള്ള ഒരു പരിചരണം ലഭ്യമാകുന്നത് കൊണ്ട് തന്നെയാണ് വിവിധ സ്ഥലങ്ങളിൽ മറ്റ് പാലിയേറ്റീവ് കെയർ സെൻ്ററുകൾ ഉണ്ടായിട്ടുകൂടി ഇവിടുത്തെ പരിചരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇന്ന് സാന്ത്വന പരിചരണം അല്ലേ, എൻ്റെ അനുഭവം ഇതൊക്കെ ആയിരിക്കുമല്ലേ പ്രതീക്ഷിക്കുന്നുള്ളത്. സാന്ത്വന പരിചരണത്തിൻ്റെ ഈ ഒരു സംഗമത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പങ്കെടുത്തിട്ടുള്ള 85% ആളുകൾക്കും അവരുടെ ജീവിതയാത്രയിൽ പരിചരണം ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പഠനങ്ങൾ അതാണ് തെളിയിച്ചിട്ടുള്ളത്. 100-ൽ 85% ആളുകൾക്കും അവരുടെ ജീവിതയാത്രയിൽ, അത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മുടെ യാത്രയുടെ അവസാന കാലങ്ങളിലായിരിക്കാം. ഞാൻ പറഞ്ഞത് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കാം. അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല. പല ജീവിത സാഹചര്യങ്ങളും കൊണ്ട്, അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന പല സാഹചര്യങ്ങളും കൊണ്ട് അതിനിടയിലും നമുക്ക് സാന്ത്വന പരിചരണം ആവശ്യമായി വരും. അപ്പോഴും നമ്മൾ ഇതിലേക്ക്, ഞാൻ ഈ പാലിയേറ്റീവ് കെയറിലേക്ക് വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥത കൊണ്ടാണ്. കാരണം എനിക്കറിയാം എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് പരിചരണം ആവശ്യമായിട്ട് വരും. അപ്പോൾ മലമൂത്രത്തിൽ കിടന്ന് നാറാതെ എൻ്റെ അന്ത്യകാലങ്ങൾ ഒരു നല്ല രീതിയിൽ ഇവിടുന്ന് യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന കാലത്ത്, യാത്ര ചെയ്യാൻ പറ്റുന്ന കാലത്ത്, ഈ സന്നദ്ധ സേവനത്തിന് പറ്റുന്ന സമയത്ത്, അതോടൊപ്പം സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത്, ഏത് വിധത്തിലായും പല വ്യക്തികൾക്കും പലതരത്തിലുള്ള അവരുടെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പലതരത്തിലായിരിക്കും അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വാർത്ഥമായ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, അതായത് എൻ്റെ ജീവിതാവസാന കാലത്ത് സാന്ത്വന പരിചരണം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്താണ്, കൊടുക്കാതെ കിട്ടുമോ?
ഇല്ല, ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയിൽ എൻ്റേതായ രീതിയിൽ എനിക്ക് എൻ്റെ കൈസഹായം കയ്യൊപ്പ് ചാർത്തേണ്ടതുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ ഈ സാന്ത്വന പരിചരണ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ സാന്ത്വന പരിചരണം എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. യാതന അനുഭവിക്കുന്നവൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു എന്താണ് യാതന അനുഭവിക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്കുള്ള ഒരു ഇടപെടലാണ് സാന്ത്വന പരിചരണം. ഇടപെടൽ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. ഞാൻ നീ തന്നെയാണ് എന്നുള്ള മാനവികതയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? നിനക്ക് വരുന്ന പ്രശ്നം എൻ്റേത് കൂടിയാണ്, അത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാനും ആ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഈ മേഖലയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ഞാൻ പറഞ്ഞു 85% ആളുകൾക്കും അത് പഠനങ്ങൾ തെളിയിച്ചതാണ്. ബാക്കി ഒരു 15% ആളുകളാണ് എങ്ങനെ പെട്ടെന്ന് മരിക്കുക, അതൊരു ആക്സിഡൻ്റ് ആവാം, അല്ലേ? ചിലവർ നമ്മൾ പറയില്ലേ, നിന്ന നിപ്പിലൊക്കെ പോയി ഹൃദയാഘാതം, അങ്ങനെയുള്ള വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അതൊരു 15% ആളുകളാണ്. ബാക്കി എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണം അവരുടെ ജീവിതയാത്രയിൽ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ വളരെ നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞു, വിളക്ക് കിടാതെ സൂക്ഷിക്കാൻ. വിളക്ക് കിടാതെ മാത്രമല്ല, അത് ഏറ്റവും അതിൻ്റെ ഉന്നതിയിൽ എത്തിക്കുക എന്നുള്ളത് ഈ പങ്കെടുത്ത ആളുകൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് കിട്ടിയ ഈ കാര്യങ്ങൾ, ഈ പരിചരണ മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ ഫൈൻ കെയറിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി അറിവുകൾ നിങ്ങൾ പങ്കുവെക്കണം. ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് എന്നാണ് എനിക്ക് ആഭിമുഖമായിട്ട് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഈ ഒരു സദസ്സ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു സമ്മിശ്രമായിട്ടുള്ള ആളുകളാണ്. കുറച്ച് പുതിയ ആളുകൾ ഉണ്ടാവാം, അല്ലേ? അങ്ങനെയല്ലേ? സാധാരണ ഈ മൈക്ക് എടുത്തിട്ട് ഞാൻ ഈ വളരെ അകലെ നിന്ന് സംസാരിക്കാൻ അധികം നിൽക്കാറില്ല. എപ്പോഴും അങ്ങോട്ടേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് നിങ്ങളുടെ ഉത്തരങ്ങളും കേട്ടുകൊണ്ട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പം സമയത്തിൻ്റെ കൂടുതൽ, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. സാധാരണ ഈ സാന്ത്വന പരിചരണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, യാതനയെ അനുഭവിക്കുന്നതിൻ്റെ ജീവിതത്തിലേക്കുള്ള ഇടപെടൽ, അല്ലേ? ഞാൻ നീ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ്. കാരണം നീ കൊടുക്കുന്ന ടാക്സ്, ഞാൻ കൊടുക്കുന്ന ടാക്സ്, അതിൽ നിന്നുള്ള എന്താണ്, അതൊരു കണ്ണി പോലെ പോകുന്നതാണ്, അല്ലേ? ഞാൻ വാങ്ങുന്ന അരി, റേഷൻ അരി, അതെന്താണ്, നിൻ്റെ ടാക്സ് കൂടിയാണത്. അപ്പോൾ ഇതൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇതെനിക്ക് വന്നാൽ മാത്രമല്ല ഞാൻ ഇതിലേക്ക് ഇടപെടേണ്ടത്, ഇതൊരു സാമൂഹികമായ പ്രശ്നമാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഓക്കെ, സാന്ത്വന പരിചരണ മേഖലയിൽ സാധാരണ സാന്ത്വന പരിചരണം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ട്, ഞാൻ പറഞ്ഞു ഇതൊരു മിക്സഡ് ഗ്രൂപ്പാണ്, പുതുതായി വന്ന ആളുകൾ ഉണ്ടാവും, അല്ലേ? എത്ര പേരുണ്ട് ഇതിൽ പുതുതായി വന്ന ആളുകൾ? കുറച്ച് പേരുണ്ട്, അല്ലേ? അപ്പോൾ ആ സാന്ത്വന പരിചരണം എന്താണ് എന്ന് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ദീർഘനാൾ കിടപ്പിലാവുന്ന രോഗി, ഓക്കെ, ചില അസുഖങ്ങൾ നമുക്കറിയാം, ഈ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ദീർഘനാൾ അവരുടെ അതുവരെയുള്ള ജീവിത ചര്യയിൽ നിന്ന് മാറ്റി ചലിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അറിയില്ലേ, സ്ട്രോക്കൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു ഭാഗം തളർച്ച വന്നിട്ടുണ്ടാവാം, ദൈനംദിന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരും, ട്യൂബ് ഉണ്ടാവും, അല്ലേ? പ്രാഥമിക കാര്യങ്ങൾ, നമ്മൾ ബാത്റൂമിൽ പോയി മുറിയൊക്കെ പൂട്ടി വാതിലടച്ചുകൊണ്ട് മൂത്രമൊഴിക്കാൻ പറ്റുന്നിടത്ത് ഒരു
ദിവസം പെട്ടെന്നായിരിക്കും സ്ട്രോക്കിൻ്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കപ്പെടുന്നത്. അവിടെ സ്വകാര്യത എന്താണ്? സ്വകാര്യതയ്ക്ക് സ്ഥാനം കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ, ദീർഘനാൾ കിടപ്പിലാവുന്ന ആളുകൾ, ചില മാറാ രോഗങ്ങൾ നമ്മളെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ? പിന്നെ പല അസുഖങ്ങൾ, ഇപ്പം കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, നേരത്തെ ഇബ്രാഹിംക പറഞ്ഞു ഒരു ഡയാലിസിസ്, നല്ല ഫുൾ ഇതിലുള്ള ഒരു ഡയാലിസിസ് യൂണിറ്റൊക്കെ ഡ്രീം പ്രോജക്റ്റിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് ഡയാലിസിസ് യൂണിറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് പോകുന്നത്. അതിന് പല കാരണങ്ങൾ കാണാം. നമ്മുടെ ജീവിതചര്യകളും ഒക്കെ അതിൻ്റെ ഒരു പിറകിലുള്ള ഒരു ഫാക്ടറാണെന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പല അസുഖങ്ങളും, പിന്നെ കുട്ടികൾ, പലതരത്തിലുള്ള വൈകല്യങ്ങൾ, മാനസിക വിഭ്രാന്തികൾ, മാനസിക രോഗങ്ങൾ, ഇവർക്കൊക്കെ എന്താണ്? സാന്ത്വന പരിചരണം ആവശ്യമുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം ആളുകൾക്ക് ഇത്ര ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ്. സാന്ത്വന പരിചരണം ആവശ്യമുള്ള 86% ആളുകൾക്കും പരിചരണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 86%-ലധികം ആളുകൾക്കും പരിചരണം കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് വരുമ്പോഴെന്താണ്? ഒരു 85%-ലധികം ആളുകൾക്കും പരിചരണം ലഭ്യമാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ പ്രയാസം അറിയാത്തത് എന്തുകൊണ്ടാണ്? ഈ ഫൈൻ കെയർ പോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ വീട്ടിൽ അല്ലേ, നമ്മുടെ ആവശ്യത്തിന് ഹോം കെയർ വണ്ടിയുമായി വീട്ടിലെത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ, ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവാത്തത്. ഞാൻ സംസ്ഥാനത്തിൻ്റെ പുറത്ത് പഞ്ചാബിലും മണിപ്പൂരുമൊക്കെ ഡോക്ടർ സുരേഷ് കുമാറിൻ്റെ കൂടെ അവിടെയുള്ള നേഴ്സസ് ഡോക്ടേഴ്സ് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, വളരെ പാലിയേറ്റീവ് സാന്ത്വന പരിചരണത്തിന് വളരെയധികം പിറകോട്ടാണ് മറ്റു സംസ്ഥാനങ്ങളെന്ന്. അപ്പോൾ ഇവിടെയുള്ള കൂട്ടായ്മകൾ, നല്ല മനസ്സുകൾ, അതൊക്കെയാണ് നമ്മളെ നാട്ടിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തിൽ, ഇതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ, ദൈനംദിന നടത്തിപ്പുകൾക്ക് ഒക്കെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർത്തവ്യമാണ്. നമുക്കിതാവശ്യമാണ്, നാളെ ഇത് നമുക്കും ആവശ്യമാണ്, നമുക്കല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഒരാൾക്കിതാവശ്യമായി വരും എന്നുള്ള മുൻവിധിയോടുകൂടി തന്നെ ഇതോടൊപ്പം സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് പറയാനും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാന്ത്വന പരിചരണം എന്ന് പറയുമ്പോൾ ദീർഘനാൾ കിടപ്പിലാവുന്ന ആ രോഗികൾ, മറ്റ് പല അസുഖങ്ങളും അല്ലേ, ദീർഘനാൾ നിൽക്കുന്ന പല അസുഖങ്ങളും ഒക്കെ എന്താണ്? പരിചരണം അവർക്ക് ദീർഘനാൾ പരിചരണം ആവശ്യമായി വരും. അതൊരിക്കലും ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ നമുക്ക് പറ്റില്ല. പറ്റുമോ? എന്താണ് തോന്നുന്നത്? ഇപ്പം വളരെ ഒരു 2-3 മാസം മുൻപ് എൻ്റെ വളരെ അടുത്ത ബന്ധു ഒരു വിവാഹത്തിന് ഇവിടെ കൊയിലാണ്ടി, ഞങ്ങളെല്ലാവരും കൂടെ, നമ്മൾ ഇന്നത്തെ വിവാഹമൊക്കെ അറിയാലോ, വളരെ അടിച്ചു പൊളിച്ച് അല്ലേ, വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ മകൻ്റെ അടുത്ത് ബാംഗ്ലൂരേക്ക് ഒരു 2 വീക്സിന് പോയതാണ്, പേരക്കുട്ടികളെ നോക്കണം. ബാംഗ്ലൂരെത്തി, എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരാളാണ്. അപ്പോൾ ബാംഗ്ലൂരെത്തി, പിറ്റേ ദിവസം രാവിലെ ബാത്റൂമിൽ നിന്ന് കുളിക്കുമ്പോൾ അതികഠിനമായ ഒരു തലവേദന, വളരെ ശക്തമായ തലവേദന. അപ്പം തന്നെ വാതിൽ ഒരുവിധം തുറന്നു, പുറത്തേക്ക് വന്നു. മോനും വൈഫും അവിടെ ഉണ്ട്. അവർ പെട്ടെന്ന് അവിടെ സോഫയിലിരുത്തി. പറഞ്ഞ ആ സമയത്ത് ബോധമുണ്ട്, പക്ഷേ സ്വല്പം കഴിയുമ്പോഴെന്താണ്? ബോധം നഷ്ടപ്പെട്ടു. അടുത്തുള്ള ആശുപത്രിയിലേക്ക്, ബാംഗ്ലൂർ സിറ്റിയിലെ കാര്യമാണ്, അടുത്തുള്ള ആശുപത്രിയിലേക്ക് അവരെ എത്തിച്ചു. അപ്പോഴവിടുന്ന് എന്താണ് സംഭവിച്ചത്? കണ്ടീഷൻ വളരെ മോശമായി, വളരെ തലക്കകത്തുള്ള ബ്ലീഡാണ്, ബ്രെയിൻ സ്റ്റം ബ്ലീഡ് എന്നൊക്കെ പറയും, വളരെ മർമ്മസ്ഥാനത്തുള്ള ബ്ലീഡാണ്. ബാംഗ്ലൂരാണ്, അവിടെയുള്ള ഒരു വലിയ ആശുപത്രിയിലാണ്. പക്ഷേ വലിയ ആശുപത്രി, വലിയ സൗകര്യങ്ങൾ
അതുപോലെ തന്നെ പോക്കറ്റും കാലിയാവുന്ന അവസ്ഥ. 2-3 ദിവസം കൊണ്ട് തന്നെ തീർത്തും അബോധാവസ്ഥയിൽ തന്നെയാണ്. കുടുംബത്തിലെ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു അത്. അപ്പം തന്നെ അവിടെ നിന്ന് ഡോക്ടറോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആ ഫിലിം മറ്റു കാര്യങ്ങളെല്ലാം CT മറ്റ് റിപ്പോർട്ടുകളൊക്കെ വെച്ച് ഞാൻ ന്യൂറോ വിഭാഗത്തിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ ആലപ്പാട് സാറ് ആയിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ സാർ എന്നോട് ഉടനെ പറഞ്ഞു, ചന്ദ്ര, ഇതുകൊണ്ട് മുന്നോട്ട്, അതെ, ഇത് വളരെ മോശം ഒരു ബ്ലീഡാണ്, അവരുടെ പ്രഗ്നോസിസ് വളരെ മോശമാണ്, കഴിവതും അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ എന്താണ് കുടുംബം കുളം തോണ്ടും എന്നുള്ള ഒരവസ്ഥയാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാറ്റാൻ പറ്റില്ല. 1 മാസം അവിടെ കിടന്നു. 2 ആഴ്ച മുമ്പ് അവർ മരിച്ചിട്ടാണ് ബോഡി കൊണ്ടുവന്നത്. അപ്പോൾ ഇതുപോലുള്ള രോഗാവസ്ഥ, ദീർഘനാൾ പരിചരണം ആവശ്യമുള്ള ആളുകളൊക്കെ വരുമ്പോൾ നമുക്കൊരിക്കലും എന്താണ് ആശുപത്രിയുമായി, അല്ലെങ്കിൽ ആശുപത്രി മറ്റ് ഒരു ഡോക്ടർ, നേഴ്സ്, അവർക്കൊക്കെ ഒരു 20% മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി മുഴുവൻ ആരാണ്? ഈ സമൂഹമാണ് ചെയ്യേണ്ടത്. സമൂഹത്തിൻ്റെ ഇടപെടലുകൾ, അത് അവരുടെ ശാരീരികമായ, മാനസികമായ, ആത്മീയമായ കാര്യങ്ങളിൽ കൂടി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ആശുപത്രി വ്യവസ്ഥയ്ക്ക് പറ്റില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ദീർഘനാൾ കിടപ്പിലാവുന്ന ആളുകളാവുമ്പോൾ. അതാണ് ഇവിടെ ഹോം കെയർ സംവിധാനത്തിലൂടെ ഫൈൻ കെയർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്നത്. നമുക്കറിയില്ലേ, ഒരു ദിവസം ഒരാളെ വിളിച്ച് വണ്ടി അല്ലേ, ഒരാൾ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും ഇല്ലേ? അനുഭവമുള്ള ആളുകൾ ഉണ്ടാവില്ലേ? ജോലി മതിയാക്കണം, നടന്ന് കയറാൻ പറ്റാത്ത ആളാണെങ്കിൽ പിടിച്ചു കൊണ്ടുപോകാനുള്ള അവസ്ഥ, വണ്ടിയുടെ ചെലവ്. നേരത്തെ ഇഞ്ചക്ഷൻ്റെ കാര്യം ഇവിടെ ഇബ്രാഹിംക സൂചിപ്പിച്ചു അല്ലേ? വണ്ടി ഓടുന്ന ചെലവ്, അതിനുള്ള മറ്റ് പല കാര്യങ്ങളും. അപ്പോൾ ഒരു ദിവസത്തെ മെനക്കേട് എന്ന് നമ്മൾ പറയും. അതാണ് ഒരു ദിവസം നമ്മൾ ഒരു ചെക്കപ്പിന് മറ്റ് കാര്യങ്ങൾക്ക് പോകുമ്പോൾ. അത് പക്ഷേ നമ്മളെ വീട്ടിലേക്ക് എത്തുമ്പോഴെന്താണ്, ഒരു ഹോം കെയർ സംവിധാനം നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, രോഗിക്ക് അവിടെ വളരെ കംഫർട്ടബിളായുള്ള, വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവരെ താല്പര്യത്തിനനുസരിച്ചു കൊണ്ട് അവരുടെ വിഷമങ്ങൾ, മറ്റു കാര്യങ്ങൾ അവർക്ക് ആ വരുന്ന ഹോം കെയർ ടീമിനോട്, സിസ്റ്ററിനോട് അവർക്ക് പറയാൻ പറ്റും. എനിക്ക് ഇന്നേ പ്രയാസമുണ്ട്. മറ്റൊരു പക്ഷേ തിരക്കിൽ, ഞാനൊരു മെഡിക്കൽ കോളേജിൽ ഒരു 34 വർഷം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ ആ തിരക്ക്, അവിടെ നമ്മൾ എന്താണ്, ഒരു ആശുപത്രി ആവുമ്പോൾ അവിടെ രോഗങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അവിടെ രോഗിയുടെ മറ്റു കാര്യങ്ങളിലേക്ക്, അവരുടെ മറ്റ് സാമ്പത്തികമായ കാര്യങ്ങളായാലും, അവരുടെ ആത്മീയമായ കാര്യങ്ങളായാലും, അവരുടെ സാമൂഹ്യപരമായ ചുറ്റുപാട്, മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഒരു ആശുപത്രിക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു സാഹചര്യത്തിലല്ല നമ്മുടെ സിസ്റ്റം എന്നുള്ളത്. വളരെ തിരക്ക് പിടിച്ച ഒരു സാഹചര്യമാണ് അവിടെ. അപ്പോൾ അതിനാണ് നമ്മുടെ സാമൂഹിക പങ്കാളിത്തത്തോടു കൂടിയ സാന്ത്വന പരിചരണം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഫൈൻ പാലിയേറ്റീവ് കെയർ അതുതന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ സാന്ത്വന പരിചരണം എന്താണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് പരിചരണം എന്നുള്ളത്. അതിൽ നമ്മുടെ ഓരോ ആളുടെയും പങ്കാളിത്തവും കൂടെ പരിചരണത്തിന് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ സാധാരണയായി കിടപ്പ് രോഗികളിൽ കാണുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? എന്താ ഉണ്ടാവുക? ആരെങ്കിലും വീട്ടിൽ കിടപ്പ് രോഗി ഉണ്ടോ? ഇവിടെ വന്ന ആളുകളുടെ ആരെങ്കിലും വീട്ടിലുണ്ടോ? കിടക്കുന്ന ആളുകൾ ഇല്ലേ? അല്ലെ? അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ അറിയില്ലേ? എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാം. ബാക്കിയോ പഠിച്ചിട്ടാണോ പറയാത്ത? മാനസികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ശാരീരികമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്? പല ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. അത് നിങ്ങളെപ്പോലത്തെ പാലിയേറ്റീവിൻ്റെ ആൾക്കാർ വരുമ്പോൾ ഒരുപാട് സാന്ത്വനങ്ങളായിരിക്കും അവർക്ക്. അത് എന്നും ഇങ്ങനത്തെ
പാലിയേറ്റീവ് ഒക്കെ ഉയർത്തി കൊണ്ടുവരേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. മാനസികമായ ഒത്തിരി എന്തുകൊണ്ടാണ് ഈ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? അതുവരെ അവർ അനുഷ്ഠിച്ചു വന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒത്തിരി മാറിയാണ് അവർ പോകുന്നത്, അല്ലേ? വൈകുന്നേരം വീട്ടിൽ ജോലി കഴിഞ്ഞ് വരുന്ന ഒരാൾ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കടയിൽ സാധനം വാങ്ങാൻ, മത്സ്യം വാങ്ങാൻ അവർ പുറത്തേക്ക് ഇറങ്ങും, അല്ലേ? പക്ഷെ അവിടെ കിടപ്പിലാവുന്ന സമയത്ത് എന്താണ് വരുന്നത്? ഈ കാര്യങ്ങൾക്കൊക്കെ എന്താണ് മാറ്റങ്ങൾ വരുന്നില്ലേ? വീട്ടിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവിടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ആരാണ്? നമ്മളെ പോലെയുള്ള വനിതകളാണ്, അല്ലേ? അപ്പോൾ ഈ മേഖലയിൽ, ഇപ്പോൾ പരിചരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പരിചരണം കൊടുക്കുന്ന ആളുകൾ ആരാണ്? 99% വനിതകളാണ് കൊടുക്കുന്നത്, അല്ലേ? വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടായാൽ വീട്ടിലുള്ള വനിതകൾ തന്നെയല്ലേ ആ കാര്യങ്ങൾ, അവരുടെ ദൈനംദിന കാര്യങ്ങളിലായാലും, അല്ലേ? അവരുടെ കുളിപ്പിക്കലായാലും പല്ല് തേപ്പിക്കലായാലും, അല്ലേ? ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ളവരുടെ പങ്കാളിത്തം വളരെ കുറവാണ്. അതൊരു പക്ഷേ ആ വീട്ടിലുള്ള മക്കളാവാം, ഭാര്യയാവാം, അല്ലെങ്കിൽ ഇളയ മരുമകളാവാം. ഈ അവസ്ഥയിലൂടെയല്ലേ പോകുന്നത്? അത് നമ്മുടെ സാമൂഹികപരമായ ചുറ്റുപാടുകൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഭാരങ്ങൾ, പരിചരണത്തിൻ്റെ ഭാരം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ആയിരിക്കാണ്? വനിതകൾക്കാണ്. 99% വനിതകൾ ആണ്. ഞാൻ ഈ ഒത്തിരി കുറച്ച് വർഷങ്ങൾ ഈ ഒരു ഇതിലും ആശുപത്രിയിലും ഒക്കെ ആയിട്ട് ഈ കൂട്ടിരിപ്പുകാരുടെ കാര്യങ്ങൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, അല്ലേ? പലരും അവരുടെ ഒരു വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടായാൽ പിന്നെ എന്താണ്, ഇപ്പം ഭർത്താവ് വീട്ടിൽ കിടക്കുകയാണ്, അല്ലേ? മകൻ വീട്ടിൽ കിടക്കുകയാണ്, അച്ഛൻ അമ്മ ഇവരൊക്കെ കിടക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ എന്താണ് മാറ്റി വെക്കുന്നുണ്ട്. അവിടെ അടുത്തൊരു കല്യാണം ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ? ഇല്ല. ഇതുപോലുള്ള സംഗമത്തിൻ്റെ ഭാഗമാകാനും കൂടി നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അവിടെയാണ് ഈ സാമൂഹിക പങ്കാളിത്തത്തോടു കൂടിയുള്ള പരിചരണത്തിൻ്റെ ആവശ്യകത നമുക്ക് ഏറ്റവും, അല്ലേ? അങ്ങനെയല്ലേ? അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ എന്താണ്, വനിതകളുടെ കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ അന്യോന്യം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അന്യോന്യം ഷെയർ ചെയ്തുകൊണ്ട് പല പ്രയാസം, ഇപ്പോൾ ഇവിടെയുള്ള ഫൈൻ കെയർ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അവരുടേതായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്, അല്ലേ? നമ്മൾ ഇതുമാത്രം അറിഞ്ഞുകൊണ്ട് നമ്മളൊരു വീട്ടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ ഈ പരിചരണവുമായി മാറ്റി നിർത്തുകയാണെങ്കിൽ എന്താണ്, ദൈനംദിനമായിട്ട് വളരെയേറെ നേരത്തെ ഈ സഹോദരി പറഞ്ഞതുപോലെ മാനസികമായി ഒത്തിരി പിരിമുറുക്കങ്ങൾ നമ്മൾ അനുഭവിക്കും. അത് പരിചാരകരെ സംബന്ധിച്ച് ഞാൻ പറയുന്ന, ഞാനും നിങ്ങളും അടങ്ങുന്ന പരിചാരകരുടെ പ്രയാസങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിലുപരിയാണ്, അതോടൊപ്പം തന്നെ, അല്ലേ, ഒരു രോഗി ഉണ്ടെങ്കിൽ അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ് പരിചാരകരും. എല്ലാവരും നമ്മൾ പേഷ്യൻ്റെ കാര്യം എന്നാണ് പറയുക. പക്ഷേ ആ വീട്ടിലിരിക്കുന്ന ആളുണ്ടല്ലോ, എല്ലാ ടെൻഷനും ഒരുമിച്ച്, അല്ലേ? കുട്ടികളുടെ ദൈനംദിനമായിട്ട് സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾ, മറ്റ് പല കാര്യങ്ങളും, ദൈനംദിന ആവശ്യങ്ങൾ, വീട്ടിൻ്റെ ലോൺ ഉണ്ടാവും, അങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ ആ പരിചാരകനും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. സാമൂഹ്യപരമായിട്ട് എന്തൊക്കെ വരും? നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമല്ലേ? ഇന്ന് ഇപ്പോൾ ഈ കാണുന്നതും ഈ ഒരു സാമൂഹ്യപരമായ കൂട്ടായ്മ നിങ്ങൾ അന്യോന്യം അറിയിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ടാണ് ഇത് വന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള കൂട്ടായ്മകളുടെ ഭാഗമാകാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു കിടപ്പിലാവുന്ന ഒരാളാണെങ്കിൽ അവരതൊക്കെ എന്താണ്, അതൊക്കെ മാറി മറഞ്ഞു പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സന്തോഷപ്രദമായ ഒത്തുകൂടലുകൾ എല്ലാം, അതിലൊക്കെ ഒത്തിരി ഇടപെടലുകൾ നടത്താൻ ഇതുപോലുള്ള സെൻറ്ററിന്, കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് സെൻറ്ററിന്, അതാണ് പറഞ്ഞത്. ഇവരൊരു പകൽ വീടിൻ്റെ കാര്യം പറഞ്ഞു 4-ാം തീയതി എന്നുള്ള, അല്ലേ?
ഏതോ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഈ സാമൂഹ്യപരമായ ഒറ്റപ്പെടൽ മാറ്റുവാൻ വേണ്ടിയാണ് ഈ പകൽ വീട്. അല്ലെങ്കിൽ എന്താണ്? ഈ 4 ചുവരിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. ഒരുപക്ഷെ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ കൊണ്ട് പുറത്തു പോകാൻ പറ്റാത്ത ആളുകളാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്? ഈ ഒരു കാര്യത്തിൽ ഇപ്പം പ്രായമുള്ള ആളാണെങ്കിൽ നമ്മുടെ യാത്രയെ മുന്നോട്ട്, അത് ഇന്ന് നാളെ നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മകൾ സംഘടിക്കുമ്പോൾ നമ്മുടേതായ രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ വളരെ നല്ല രീതിയിൽ ഓരോ ആളും കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ കിടപ്പിലാവുന്ന രോഗിക്ക് സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ചെറിയ സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ശാരീരികമായിട്ട് നടക്കാനുള്ള പ്രയാസമുണ്ടാവും. പിന്നെ അറിയാതെ മലമൂത്ര വിസർജനം അറിയാതെ പോകുന്ന ആളുകൾ ഉണ്ടാവും. പിന്നെ ദീർഘനാൾ കിടപ്പിലാവുമ്പോഴാണ് കിടക്കപ്പുണ്ണ് പോലുള്ള ബെഡ്സോറ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ദീർഘനാൾ ട്യൂബ് ഇടുമ്പം അതെന്താണ്? അതുകൂടിയുള്ള അണുബാധ ഉണ്ടാവാം, അല്ലേ? മലമൂത്ര വിസർജനം അറിയാതെ പോയാലാണ് ബെഡ്സോറ് മറ്റു കാര്യങ്ങളൊക്കെ. അത് തീരെ കെയർ ഇല്ലാതെ അങ്ങനെ പോവുകയാണെങ്കിൽ കിടക്കപ്പുണ്ണ് പോലുള്ള കാര്യങ്ങൾ വരും. അത് അവരുടെ ഈ കിടക്കുന്ന ആൾക്കൊരു പൊട്ടൊക്കെ ഉണ്ടായാൽ എന്താണ് അവസ്ഥ ഉണ്ടാവുക? മുറിവിൽ നിന്ന് നീരൊലിപ്പുണ്ടാവും, സ്മെല്ലുണ്ടാവും, അല്ലേ? ഇടയ്ക്കിടെ മാറ്റി കിടത്തിയിട്ടില്ലെങ്കിൽ എന്ത് വരും? ഓരോ 2 മണിക്കൂർ ഇടവിട്ടിട്ടെങ്കിലും ഈ കിടപ്പിലാവുന്ന രോഗികളെ, ഒരേപോലെ കിടക്കുന്ന ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് കിടത്താനാണ് പറയുന്നത്. നമ്മൾ എയർ ബെഡ് ഉപയോഗിക്കുകയാണെങ്കിലും എന്ത് വേണം? ചെരിച്ച് കിടത്തുന്ന വേണം. പിന്നെ ഈ ബെഡ്സോറ്, നീരൊലിപ്പ്, ഇതൊക്കെ ഉണ്ടാവും. എന്താണ്? അവരുടെ ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ കയറി വരികയാണ്, ട്യൂബിട്ട് അറിയാതെ മലമൂത്ര വിസർജനം പോകുന്ന ആളാണെങ്കിൽ എന്താണ്? അറിയാം, നമുക്ക് കൃത്യമായ രീതിയിൽ അത് പരിപാലിക്കുന്നില്ലെങ്കിൽ എന്താണ്? അവിടെ ആ സ്മെല്ല് ഉണ്ടാവും. അതുണ്ടാവും, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കുറക്കാൻ സാന്ത്വന പരിചരണം ഏറെ ആവശ്യമാണ്. പിന്നെ മാനസികമായ പ്രയാസങ്ങൾ പറഞ്ഞു, സാമൂഹികപരമായ പ്രയാസങ്ങൾ പറഞ്ഞു, പിന്നെ ആത്മീയപരമായ പ്രശ്നങ്ങൾ. പലപ്പോഴും പലർക്കും കിടപ്പിലാവുമ്പോഴെന്താണ്? അവരുടെ ആത്മീയപരമായ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഓരോ ആളുടെയും ആത്മീയത. അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? പരിചരണ ഈ രംഗത്ത് ഉള്ള ആളുകൾക്ക് വീട്ടിലാരെങ്കിലും കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ ഉണ്ടോ? അനുഭവിച്ചാണല്ലേ? അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെ നന്നായിട്ട് അറിയാം. ആരായിരുന്നു വീട്ടിൽ? ഭർത്താവ്. ഇവിടെ നിന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ ആ ഒരു ജേണിയിലൂടെ പോയ ആൾക്കാർക്കാണ് അതിൻ്റെ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാവുക. ഒരാൾ വീട്ടിൽ കിടപ്പിലായാൽ എന്തൊക്കെ പ്രയാസം, പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു സ്ത്രീകളാണ്, പരിചാരകരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം രോഗി സന്ദർശനങ്ങൾ, അല്ലേ? പോവാറുണ്ടോ എല്ലാവരും? അടുത്തൊക്കെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, പോവാറുണ്ട്. വളരെ നല്ല കാര്യമാണ്. കാരണം അവിടെ നമ്മളും കൂടെ അവരുടെ പ്രയാസത്തിൽ പങ്കാളികളാവുന്നു എന്നുള്ളത് അവരെ അറിയിക്കുന്നത് അവർക്കും ഒരു മാനസികമായി. പക്ഷേ രോഗി സന്ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ കുറച്ചുകേറെ കാര്യങ്ങൾ ഒന്നുകൂടെ അറിയാനുണ്ട്, അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? പോവാറുണ്ടോ ആരെങ്കിലും? സന്ദർശനത്തിനൊക്കെ പോവാറുണ്ട് ഇല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? നല്ലത് പറഞ്ഞു കൊടുക്കും, അല്ലേ? എന്തെല്ലാം മാറുമെന്നൊക്കെയാണോ? ആശ്വാസം. നമ്മൾ സന്ദർശനത്തിന് പോകുന്നതിന് മുൻപായിട്ട്
അല്ലേ? വളരെ നല്ല ഒരു കാര്യമാണ് രോഗി സന്ദർശനം. അവരുടെ പ്രയാസത്തിൽ നമ്മളുണ്ട് എന്നുള്ള ഒരു, നമ്മളും ഒപ്പമാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിന് വളരെ ഉയർത്തും. അവരുടെ പ്രയാസങ്ങൾ നമ്മളും കൂടെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് എന്ന് വെച്ച് ഞാൻ എല്ലാം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്ന പോലെയല്ല കേട്ടോ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറയണം. ഇപ്പോൾ ഒരാളെ ചെയ്യാൻ പറ്റി നമ്മൾ കുറേ എല്ലാം ശരിയാവും, എല്ലാം ശരിയാക്കി തരാം എന്നല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ എന്താവും രോഗി സന്ദർശനത്തിൽ നമ്മൾ വാക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. സന്ദർശനത്തിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നമ്മൾ പോകുന്ന കാര്യം ചിലപ്പോൾ എല്ലാവർക്കും സന്ദർശനം ഇഷ്ടമാണോന്നില്ല. സന്ദർശനത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ വിസിറ്റ് അവർക്ക് സൗകര്യപ്രദമാണോ താല്പര്യപ്രദമാണോ എന്ന് അന്വേഷിക്കണം. ഓക്കെ, ഞാൻ ഫൈൻ കെയറിൻ്റെ വളണ്ടിയറാണ്. ഫൈൻ കെയറിൽ ഇന്നേ ദിവസം ഇന്ന് ഞങ്ങൾ വരട്ടെ എന്നുള്ളത് ചോദിച്ചാൽ വന്നോളൂ എന്ന് പറഞ്ഞാൽ അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് സൗകര്യപ്രദമായ ഒരു സമയവും കൂടെ ഫിക്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? പോകാം അല്ലേ? പോയി കഴിഞ്ഞ് എന്ത് ചെയ്യാം? അതെ, പോയി കഴിഞ്ഞ് ചെറിയ ഓരോ കാര്യങ്ങളായിട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രയാസമാണ്. കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ കാര്യമാണ്. ഞാനതിൽ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നേ ഈ ക്ലിനിക്കിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് എന്ന് പറയാം. ഇപ്പം സംസാരിക്കാൻ സൗകര്യപ്രദമാണല്ലോ. ചിലപ്പോൾ നമ്മൾ പോകുന്ന സമയം ഇഷ്ടമല്ലെങ്കിൽ അല്ലേ, ചിലപ്പോൾ ഒരു രോഗി ഇപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേദനിക്കുന്ന ആ സമയമാണെങ്കിൽ അവർക്ക് എന്താണ് സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൗകര്യപ്രദമായ സമയം കണക്കാക്കിയിട്ട് വേണം പോകാൻ. അവർക്ക് താല്പര്യമുള്ള മേഖലകൾ കണ്ടെത്തിയിട്ട് നമ്മൾ സംസാരിക്കണം. ഒരുപക്ഷെ അവരുടെ പഴയകാല കാര്യങ്ങളും ഒക്കെ അതൊക്കെ 1-2 വിസിറ്റിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ രോഗിക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കുറച്ചവിടെ ഇരുന്ന് കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ ഇവിടെ ഫൈൻ കെയറിൻ്റെ ഭാഗമായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 180 വീടുകൾ ഹോം കെയറിൽ പോകുന്നുണ്ട്. അപ്പോൾ വളരെ സജീവമായ 17 വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്. അതോടൊപ്പം ഇന്ന് ഇവിടെ തന്നെ ഒത്തിരി ചെറുപ്പക്കാരികളും എല്ലാവരും ഉണ്ട്. മറ്റുള്ളവർ പ്രായം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ വളരെ ആക്റ്റീവായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള പരിചരണം ആവശ്യമുള്ള ആളുകളെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം പോയിക്കൊണ്ട്, ഒരു ഗ്രൂപ്പായിട്ടൊന്നും പോകണ്ട അല്ലേ, അവരെ ഒരു കാഴ്ച വസ്തുവായിട്ട് ഇരുത്തിക്കൊണ്ടൊന്നും നിൽക്കണ്ട. 1-2 ആളുകൾ അവർ പോയിക്കൊണ്ട് എന്താണ് സംസാരിക്കുക, അവർ പറയുന്നത് കേൾക്കുക. തിരിച്ചു വരുമ്പം നമ്മൾ ആലോചിക്കണം ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചതെന്ന്. ആ സംസാരിച്ച ആളുകൾക്കാണ് ഗുണമുണ്ടായിട്ടുണ്ടാകുക. അത്രയും അവർക്ക് അവരുടെ മനസ്സിലുള്ള പ്രയാസം തുറക്കാൻ പറ്റി. അവരുടെ പ്രശ്നങ്ങൾ എല്ലാ സമയത്തും പ്രശ്നങ്ങൾ മാത്രമായിരിക്കില്ല, അവരുടെ സന്തോഷങ്ങളും കൂടി ഉണ്ടാവും. അപ്പം നമ്മൾ ഓരോ വിസിറ്റിലും നമ്മൾ ചിന്തിക്കണം ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ അവർക്കായിരിക്കും അതിൻ്റെ ഗുണം ഉണ്ടായിട്ട്. നമ്മൾ ചിന്തിക്കണം ഓരോ വിസിറ്റിലും നമ്മുടെ വിസിറ്റ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മകളും കൂടെ നിങ്ങൾ സംഘടിപ്പിക്കുക. നിങ്ങളുടെ വീടിനടുത്തുള്ള ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവും. പക്ഷേ അതിലുപരിയായി ആ ഫാമിലിയുടെ സൗകര്യം കൂടെ കണക്കാക്കിക്കൊണ്ട് 1-2 ആളുകൾ ആ വീട്ടിൽ പോയി ഒരു നല്ല കേൾവിക്കാരിയായി ഇരുന്നു കൊണ്ട് അല്ലേ അവരുടെ പ്രയാസങ്ങളിൽ അവരെ ഒന്ന് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്, ഇതൊന്നും പറയാൻ പറ്റാതെ കിടക്കുന്ന ഒത്തിരി ആളുകൾ ഈ പരിചരണ രംഗത്ത് കിടപ്പ് രോഗികളായിട്ട് അല്ലെങ്കിൽ വീട്ടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് നാളെ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ എത്രമാത്രം പ്രയാസം. ഇന്ന് നമുക്കിങ്ങനെ ഓടിച്ചാടി നടക്കാൻ പറ്റുന്നുണ്ട്,
പക്ഷേ ഒരു പക്ഷേ എന്താണ്, കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഇതായിരിക്കില്ല. അപ്പോൾ നമ്മളീ പോയ ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങളും ഒക്കെയാണ് ആ സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിതിലേക്ക് വന്നത് എൻ്റെ സ്വന്തം കാര്യം നോക്കിയിട്ടാണ്. കാരണം ഒന്ന് കിടപ്പിലായാൽ പരിചരിക്കാൻ എൻ്റെ ചുറ്റുപാടുകൾ, എൻ്റെ അയൽപ്പക്കങ്ങൾ, എൻ്റെ സൗഹൃദങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത് എന്ന്. നേരത്തെ പറഞ്ഞു അനുഭവങ്ങളല്ലേ, ഒത്തിരി നേഴ്സിംഗ് മേഖല, നമ്മൾ നേഴ്സിംഗ് ചെയ്യുന്ന സമയത്ത്, കോളേജിലുള്ള സമയത്താണെങ്കിലും പരിചരണം ഈ പാലിയേറ്റീവ് കെയറിലുള്ള സമയത്താണെങ്കിലും നല്ലതും പ്രയാസമുള്ളതുമായ ഒത്തിരി അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു ഹോം കെയറിൻ്റെ ഭാഗമായിട്ട് ഒരു വീട്ടിലേക്ക് അന്ന് നമ്മളെ ടീമിൻ്റെ കൂടെ എപ്പോഴും സ്ഥിരമായിട്ട് പോകുന്ന ആളല്ല അന്ന് ഞാനിങ്ങനെ പോയതാണ്. അപ്പം ഞാൻ പോയി അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള കുട്ടികൾ എന്നോട് പറഞ്ഞു, മാഡം ഒരു നല്ലൊരു ഇങ്ങനെ കുറേ സംസാരിക്കുന്ന അമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങി ഉടനെ ചെല്ലുമ്പം തന്നെ ഞാൻ കാണുന്നുണ്ട് ഒരു 10-70 വയസ്സ് 75 വയസ്സുള്ള ഒരു അമ്മയാണ്. 75 മറ്റോ ആണ് അവരുടെ ഏജ്. അവരൊരു റിട്ടയേർഡ് ടീച്ചറാണ്. അപ്പോൾ ചെന്ന് അവരുടെ വാർദ്ധക്യ സഹജമായ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ചെക്കപ്പും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ BP, ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ BP ഒക്കെ നോക്കി ആ സമയത്ത് ഞാനിങ്ങനെ അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത്, കോഴിക്കോട് ടൗണിൽ തന്നെയുള്ള ഒരു വീടാണ്, വീട്ടിൻ്റെ മുറ്റത്ത് ഒത്തിരി തേങ്ങകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അവരുടെ മകൻ ഉണ്ട്, വേറൊരു ആളും കൂടെ ഇന്ന് മകൻ്റെ ഭാര്യയാണ് കൂടെ ഉള്ളത്. മകൻ്റെ ഭാര്യ ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന, ഇടുന്ന മെഡിസിൻ കൊടുക്കുന്ന ആ സമയത്ത് തോന്നുന്നുണ്ട് ഈ അമ്മക്ക് എന്തൊക്കെയോ പറയണം എന്നുണ്ട് എന്നുള്ളത്. പക്ഷേ എപ്പോഴും എന്താണ്, ഈ മകൻ്റെ സാമീപ്യം അവിടെ തന്നെയുണ്ട്. ഈ അമ്മയുടെ പ്രയാസങ്ങൾ അമ്മക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, എന്താണ് ടീച്ചറെ, എന്താണ് ഇങ്ങനെ? അപ്പോൾ എപ്പോഴും അവരിങ്ങനെ ചുറ്റും നോക്കും. അപ്പോൾ എന്തോ ഒരു കാരണം പറഞ്ഞ് ഞാൻ മോനെ അവരുടെ പഴയ കടലാസ് ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയിൽ അമ്മ പറഞ്ഞു, കൈക്ക് അമ്മ ഈ ബ്രസ്റ്റ് ക്യാൻസറായിട്ട് അമ്മയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ കൈക്ക് ചെറിയൊരു വീക്കൊക്കെ ഉണ്ട്. അപ്പോൾ എക്സസൈസ് അന്നേരം മകൻ പറഞ്ഞു, ഞാൻ വെള്ളമൊക്കെ ആഴമുള്ള കിണറാം, വെള്ളമൊക്കെ ഇങ്ങനെ വലിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തോ കുറച്ചുകൂടെ പ്രയാസങ്ങൾ പറയാനുണ്ട്. അപ്പോൾ മോനങ്ങ് പോയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, പൈപ്പിലെ വെള്ളമൊന്നും എടുക്കുക, എല്ലാം ഇത് തന്നെയാണ് ചെയ്യിപ്പിക്കുന്ന രണ്ടുപേരും. അപ്പോൾ കുറച്ച് വർഷങ്ങളായി ഇത് സംഭവം നടന്നിട്ട്, കുറേ കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അതുവരെ ഞാനൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ, ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫാണ്, നല്ലൊരു പെൻഷനൊക്കെ ഉണ്ട്, ജീവിതം. പക്ഷേ ഇതൊന്നും അല്ലേ, നമ്മൾ ജോലിയുണ്ട്, പ്രായം അങ്ങോട്ട് കൂടുന്നതിനനുസരിച്ച് എന്താണ് ലൈഫ് എല്ലാവരുടെയും അത്ര സുരക്ഷിതമല്ല എന്നുള്ളത് പക്ഷേ അവിടെ കുറച്ച് കഴിഞ്ഞ് അവരുടെ ഒരു സാമൂഹ്യപരമായ ഇടപെടലൊക്കെ നടത്തേണ്ടി വന്നു. അതിനുശേഷം ഒരു മകൾ ടീച്ചറായിരുന്നു, അവരെ അഡ്രസ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഇതിലൂടെയാണത് പോകുന്നത്. IPMൻ്റെ ഭാഗമായിട്ട് തന്നെ പോയത് കൊണ്ട് തന്നെ അവിടുന്ന് അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെ എടുത്തു. അതിനുശേഷം അത് കൃത്യമായ ഇടപെടലിലൂടെ അവരെന്താണ് മകളുടെ അടുത്തേക്ക് മാറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല പ്രയാസങ്ങളും അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു കൂട്ടായ്മയുടെ ഭാഗമായി അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കൂട്ടായ്മകളുടെ ഭാഗമാകുമ്പോഴേ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും അന്യോന്യം ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാനും അതിന് ശരിയായ രീതിയിലുള്ള ഇടപെടലുകൾ സമയാസമയങ്ങളിൽ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അനുഭവം എന്ന് പറയാൻ, എൻ്റെ വീട്ടിൽ 3 വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അമ്മേൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും. അപ്പോൾ അവർ 3 അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് നോക്കിയിട്ടുണ്ട്. എൻ്റെ പേര് അവർക്ക് അറിയാം. അച്ഛാസ് ഇപ്പോൾ അടുത്ത മരണപ്പെട്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം, ഇങ്ങനെ നോക്കേണ്ടതും എല്ലാം ഒരുവിധം പഠിച്ചത്. എല്ലാവരും ആശുപത്രിയിലാവുമ്പോൾ അമ്മേൻ്റെ കൂടെ തന്നെ ഉണ്ടാറുണ്ട്. ഇപ്പോൾ അമ്മ ഒറ്റ മോളായതുകൊണ്ട് ആരും ഇല്ലാണ്ട് എപ്പോൾ ഉണ്ടാവും.
അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനെപ്പറ്റി അറിയാവുന്നുണ്ട്. അപ്പോൾ ഈ പരിചരണത്തിൽ നമ്മളെ വീട്ടിൽ ഇപ്പം ആ മോള് പറഞ്ഞത് അത് തന്നെയാണ്, പരിചരിക്കുന്ന രീതികളൊക്കെ അറിയാമെന്നുള്ളത്. അപ്പം വീട്ടിൽ ഒരു കിടപ്പ് രോഗി അല്ലെ പരിചരണം ആവശ്യമായ ആളുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും വീട്ടിലെ കുട്ടികളെ കൂടി എന്ത് ചെയ്യണം, അതിൽ പങ്കാളികളാക്കണം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന എന്താണ്, കുട്ടികളെ നമ്മൾ ആ ഭാഗത്തോട്ട് ഇടപെടിക്കില്ല. അങ്ങനെയല്ലേ? പോട് പഠിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മാറ്റി. പക്ഷേ അത് പാടില്ല. കുട്ടികളെ കൂടി വീട്ടിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ പരിചരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്നത്തെ ചെറുപ്പക്കാർ ഒത്തിരി കുട്ടികൾ നമ്മൾ പലപ്പോഴും കാണും അല്ലേ? കുട്ടികളെ ഇപ്പോഴത്തെ ഇതിലൂടെയാണെന്ന് പറഞ്ഞാലും വളരെയേറെ പലപ്പോഴും ചെറുപ്പക്കാരികളുടെയും ചെറുപ്പ യുവാക്കളുടെയൊക്കെ വളരെയേറെ നല്ല സാന്നിധ്യവും പ്രവർത്തനവും അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ സാന്ത്വന പരിചരണത്ത്. പ്രത്യേകിച്ചും IPM-ലുള്ളപ്പോൾ ഒത്തിരി കോളേജ് സ്റ്റുഡൻസ്, അതിനടുത്തുള്ള ചെറുപ്പക്കാരെ ഒത്തിരി കാര്യങ്ങളിൽ ഹോം കെയറിൽ പോകാനുള്ളതാണെങ്കിലും അവിടെയുള്ള ഓരോ പ്രൊജക്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും വളരെ മുന്നിട്ട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള യങ്സ്റ്റേഴ്സൊക്കെ ഈ ഫൈൻ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ വീടുകളിൽ പോകുമ്പോഴാണ്, നമ്മളിപ്പം ഇവിടെ നിന്ന് ഞാൻ മൈക്കിൽ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല, ഈ ടീമിൻ്റെ കൂടെ വീടുകളിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഓരോ വീട്ടിലുമുള്ള ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ ഈ കഥ പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഹോം കെയർ ടീമിൻ്റെ കൂടെ ഹോം കെയറിൽ പോകുമ്പോൾ പക്ഷേ ചെറിയ തരത്തിലുള്ള ചെറിയ തരത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു വോളണ്ടിയർ ട്രെയിനിങ് നിർബന്ധമായും എടുത്തതിന് ശേഷം മാത്രമേ ഈ ഹോം കെയർ ടീമിൽ പോകാൻ പാടുള്ളൂ എന്നുള്ള, പ്രത്യേകിച്ച് പേഷ്യൻ്റ് കെയറിൻ്റെ കാര്യത്തിലായാലും. ഇപ്പം മെഡിക്കൽ നേഴ്സിങ്ങിന് അപ്പുറത്തേക്ക് പരിചാരകർക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വിദഗ്ധമായ പരിചരണം സിസ്റ്റർമാർ ചെയ്യും. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് എന്ത് വരണം, മറ്റുപേരും എത്തിച്ചേരണം. ഇനി ആർക്കും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നിർത്തുകയാണ്. അപ്പോൾ സാന്ത്വന പരിചരണത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക്, കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സംക്ഷിപ്തമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊരു സ്ഥാപനം നിങ്ങളുടെ നല്ല സപ്പോർട്ടിൽ, കാരണം സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള സപ്പോർട്ടാവാം. ഒരു വിഭവ സമാഹരണം ഏതൊരു സെൻറ്ററിൻ്റെയും നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. അപ്പം വിഭവ സമാഹരണ മേഖലയിലൂടെ പോകുമ്പോൾ നമ്മൾ ആ പല വ്യക്തികൾക്കും ഒരു പക്ഷേ ശാരീരികമായ പ്രസൻസ് പലർക്കും പറ്റില്ലായിരിക്കും. ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് അവർക്ക് ജോലിയുണ്ട്, പക്ഷേ മറ്റു തരത്തിലുള്ള അങ്ങനെയുള്ളവർക്ക് സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സ്ഥാപനത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വനിതാ സംഗമത്തിൻ്റെ ആദ്യത്തെ തുടക്കമെന്നോണം നമ്മൾ ഇന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവിടെ അടുത്ത ദിവസം 4-ാം തീയതി നമ്മൾ പകൽ വീടിന് പങ്കെടുത്ത ആൾക്കാരുണ്ടാവാം, പങ്കെടുക്കാത്ത ആൾക്കാരും ഉണ്ടാവാം. ഈ വേദിയിൽ ഇന്ന് വന്ന എല്ലാവരെയും 4-ാം തീയതി 10 മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ ഇവിടെ ഇങ്ങനെ പ്രസംഗമൊന്നല്ല ഉണ്ടാവുക. വയ്യാതെ കിടക്കുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവരിക. വയ്യാതെ കിടക്കുന്ന ആൾക്കാരെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ അവർ ചിലപ്പം അവരെ വീട്ടിൽ നിന്ന് 6 മാസമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഉണ്ടാവില്ല. ചിലപ്പം ആംബുലൻസിൽ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടാവും, അതല്ലാതെ കണ്ട് വേറൊരു സംഗതിക്കും പുറത്ത് പോയിട്ടുണ്ടാവില്ല. ഇനി അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ പുറത്ത് പോയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള സമ്മിശ്രമായിട്ടുള്ള രോഗികളാണ് ഇവിടെ എത്തുക. അവരെ പരിചരിക്കുന്ന ആൾക്കാരും നമ്മളും കൂടി ആവുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. അവരോടൊന്നിച്ച് നമ്മൾ ചായ കുടിക്കുക, അവരോടൊന്നിച്ച് നമ്മൾ ചോറ് തിന്നുക. അങ്ങനെ ഒരു ദിവസം ആടിയും പാടിയും, അതായത് പാട്ട് പാടുന്ന ആൾക്കാരുണ്ടാവും, മിമിക്രി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കൂടെ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ അവരെ കൂടെ നമ്മൾ കൂടി സന്തോഷിച്ച് അവർക്ക് വേണ്ടുന്ന കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്
അവർ രാവിലെ വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ രാവിലെ വന്ന ആ മനസ്സുമായിട്ടല്ല അവർ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവുക. കാരണം അവർ ഇന്നലെ വരെ കാണാത്ത അല്ലെങ്കിൽ ഇന്നലെ വരെ അനുഭവിക്കാത്ത തരത്തിലുള്ള ഭക്ഷണവും മറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് നിർവൃതി കൊണ്ട് വളരെ സന്തോഷപ്രദമായി വീട്ടിലേക്ക് തിരിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടായേക്കാവുന്ന ആ സന്തോഷം കണ്ടുകൊണ്ട് നമുക്ക് നിർവൃതി നേടുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ നാളെ ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ ആർക്കാണ് എപ്പാണ് കടന്നു പോകുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 6 മാസമായിട്ടും 6 വർഷമായിട്ടും എത്രയോ പേർ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്നതിൽ ഒരാൾ ഞാനായിക്കൂടാ എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. നമ്മളെ വീട്ടിൽ അത്തരമൊരു രോഗിയില്ലെങ്കിൽ അത്തരം ഒരു രോഗിയുള്ള വീട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് സങ്കല്പിച്ച് നോക്കാനാവുന്നതാണ്. ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു ലോകമായിരിക്കും ഈ പകൽ വീട്. ഈ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പകൽ വീടുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഇവിടെ കുറച്ച് സൗകര്യം കുറഞ്ഞത് കൊണ്ട്, അതായത് മറ്റൊന്ന് പറയാനുള്ളത്, ഡയബറ്റിക് കൊണ്ട് തെരിപ്പ് മരവിപ്പ് ഒക്കെ വന്നവർക്ക് ഇവിടെ നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ഡയബറ്റിക് തെറാപ്പി തുടങ്ങിയിട്ടുണ്ട്. സന്ദർഭോചിതമായിട്ട് പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഈ വശത്ത് വന്നത് കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ചുരുങ്ങിപ്പോയി. അതുപോലെ തന്നെ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലമുണ്ട്, ഫാർമസി ഉണ്ട്, മറ്റ് സംഗതികളൊക്കെ വന്നത് കൊണ്ട് തന്നെ ഇങ്ങേ ഭാഗത്തുകൂടെ തുറന്ന ഒരു മുറ്റായിരുന്നു. ആ മുറ്റമൊക്കെ കംപ്ലീറ്റ് നമ്മളിപ്പോൾ കേബിൻ കൊണ്ട് നിറച്ച് അങ്ങോട്ട് പോയിക്കൂടാത്ത തരത്തിലായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അടുത്ത തവണ നമ്മളിത് പ്രതീക്ഷിക്കുന്നത്, അതായത് 4-ാം തീയതിയത്തെ പകൽ വീട് നമ്മളിത് പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ ഇവിടെ വന്നത് ഒരു 10-200 ആൾക്കാരുണ്ടാവും. ഒരു 100 ആൾക്കാർ അവരും കൂടി ആവുമ്പോൾ ഒരു 300 ആൾക്കാർ ഉണ്ടാവുന്ന ഒരു സദസ്സാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതിൽ ആരും ഒരാളും തന്നെ വരാതിരിക്കരുത്. ഈ പകൽ വീട് എന്താണ് എന്ന് ഇവിടെ വന്ന് കണ്ടവർക്കറിയാം. കാണാത്തവർ കൂടി അത് മനസ്സിലാക്കണം. നമുക്ക് ഒരു തവണ ഇനി അടുത്തതിന് പോവാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ അടുത്തതിന് നമ്മളില്ലെങ്കിലോ, ഇത് കാണൽ എന്താ അത്രത്തോളം മേലെ നിർബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധം തന്നെയാണ്. കാരണം കുറേ അസുഖമായ ആൾക്കാരെ ഒന്നിച്ചിരുത്തി അവർക്ക് ചോറ് എടുത്തു കൊടുത്തും പലഹാരങ്ങൾ കൊടുത്തും വേണ്ടുന്ന ശുശ്രൂഷകൾ കൊടുത്തും ബാത്റൂമിൽ കൊണ്ടുപോയും ഒക്കെ പരിചരിച്ച് നമ്മളങ്ങനെ മുന്നോട്ടേക്ക് ഒരു പാട്ട് പാടി, അപ്പോൾ അടുത്ത ആളെ ഒരു ഡാൻസ് ചെയ്ത് ആ ഡാൻസും പാട്ടും കേട്ടിട്ട് ഈ വൃദ്ധൻ ഇങ്ങനെ നോക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രായമാകാതെ കണ്ട് അസുഖമായി മാസങ്ങളോളം കിടന്ന ആൾക്കാർ ഇങ്ങനെ നോക്കുമോ? ചിലപ്പോൾ ഡാൻസ് ചെയ്ത ഒരു സ്ത്രീ ആയിരിക്കാം അത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഡാൻസുകൾ ചെയ്തിട്ടുണ്ടാവാം. ഇന്നലെ വരെ കിടക്കുന്നത് വരെ, കിടന്നതിന് ശേഷം ഞാനൊരു ഡാൻസ് കണ്ടിട്ടില്ല, ഞാനൊരു പാട്ട് കണ്ടിട്ടില്ല. എനിക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ ആ സംഗീതം കേട്ടിട്ട് 2 വർഷമായി. ഞാനൊരു കാരാഗ്രഹത്തിൽ എന്ന പോലെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോഴെന്തിന് ഇത്തരം ഒരു സൗകര്യം കിട്ടിയതിന് ഞാൻ പഠിച്ചവനോട് നന്ദി പറയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരിൽ നമ്മൾ കൂടെ അലിഞ്ഞു ചേരുക. നാളെ നമുക്ക് അലിഞ്ഞു ചേരാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മളറിയില്ലല്ലോ. ഇപ്പം കുഴഞ്ഞു വീണ് മരിക്കുന്നു, നടക്കുന്നേരം മരിക്കുന്നു, ഉറങ്ങുന്നേരം മരിക്കുന്നു. ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടിൽ കൂടി കടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ നിമിഷം ചെയ്തു കൊടുത്ത് സായുജ്യമടിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ഫൈൻ കെയർ ഉദ്ദേശിക്കുന്നതും. അല്ലാതെ കണ്ട് ഫൈൻ കെയറിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശംസയ്ക്ക് വേണ്ടിയോ
നമ്മളെ നാട് നമ്മൾ ജനിച്ച് വളർന്ന് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, ഞാനൊരു 10-30 വർഷക്കാലം വെളിയിലൊക്കെ പോയി ഒരുപാട് അധ്വാനിച്ച് മക്കളെയൊക്കെ പോയിട്ട് അവരെയൊക്കെ കല്യാണം എല്ലാം കഴിച്ചു കൊടുത്ത്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബാധ്യതയൊന്നുമില്ല. എൻ്റെ ബാധ്യത ഞാൻ ജനിച്ച് വളർന്ന നാട്ടിൽ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മരിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്തു കൊടുക്കുക. അതിനെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരെ കാല് പിടിച്ചാലും തിരക്കേടില്ല, കൈ പിടിച്ചാലും തിരക്കേടില്ല. നമ്മൾ പോകുന്നതിന് മുമ്പായി നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും അത് നമ്മളെ ജനിച്ച നാട്ടിന് വേണ്ടി ചെയ്തു കൊടുത്ത് ഒരർത്ഥമുണ്ടാക്കിയിട്ട് നമ്മളങ്ങ് ഇറങ്ങി പോവുക. അതായിരിക്കണം നമ്മൾ ഓരോരുത്തരെയും മുഖമുദ്ര. അല്ലാണ്ട് ഞാൻ ജനിച്ച് മരിക്കുന്നത് വരെ എനിക്ക് വേണ്ടി പണിയെടുത്ത് ഞാൻ ഒരുപാട് കാശുണ്ടാക്കി ഞാൻ പോകുമ്പോൾ ഇതൊന്നും അങ്ങ് കൊണ്ടുപോകില്ലല്ലോ, ബാക്കിയെല്ലാം വിട്ടിട്ടല്ലേ പോവാ. അപ്പോൾ അത് ആർക്കെങ്കിലും പകർന്നു കൊടുത്ത് അതിൻ്റെ ഒരു സുഖം അനുഭവിച്ചു കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിങ്ങളൊക്കെ പങ്കാളികളാവുക. നമ്മളൊക്കെ അയൽവാസികളാണ്, എല്ലാവരും അന്യോന്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവരാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ പാലിയേറ്റീവ് കെയർ ദിനം, കേരള പാലിയേറ്റീവ് ദിനമാണ് നമ്മളെ 15 ജനുവരി 15. അന്ന് ഇവിടെ ഒരു ചായ സൽക്കാരം വെക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ചായ കുടിക്കാനോ നിങ്ങൾക്ക് ചായ തരാനോ അല്ല. ഈ ചായ സൽക്കാരം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരുപാട് ബാധ്യതകൾ ഉണ്ടായി വരുന്നുണ്ട്. ഇതിനൊക്കെ പൈസ വേണം. പൈസ ഇല്ലാതെ കണ്ട് ഒരു സംഗതി നടക്കില്ല. ഒരു മാസത്തിൽ വലിയൊരു സംഖ്യ ചെലവിട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 10-50 സെൻറ്റ് സ്ഥലം മേടിക്കണം ഈ കുരിക്കിലാട്ട് തന്നെ. എന്നിട്ട് അവിടെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനം ഒരു 3-4 നിലകളിൽ പണിത് ഉയർത്തണം. അവിടെ നമുക്ക് ഫിസിയോതെറാപ്പി തുടങ്ങണം, സ്പീച്ച് തെറാപ്പി തുടങ്ങണം, ജനറൽ മെഡിസിൻ ഉണ്ടാവണം, ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാവണം. കുരിക്കിലാടിൻ്റെ ചോരോട് പഞ്ചായത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവരെ സഹായിക്കാനും സഹകരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആ ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വളർന്നു വരുന്ന എന്താ പറയുക, കിഡ്നി രോഗമില്ലേ, ഇപ്പം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, എൻ്റെ ഭാര്യക്കടക്കം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പോൾ അതുപോലത്തെ ഒരുപാട് രോഗികൾ നമ്മളെ ചുറ്റുമുണ്ട്. ഒരു 10 മെഷീനെങ്കിലും വെക്കുന്ന ഒരു ഡയാലിറ്റീസ് സെൻറ്റർ കൂടെ അതിൽ ഉൾപ്പെടുത്തി 3-4 നിലകളിലായിട്ട് നമുക്ക് പണി തീർക്കേണ്ടതുണ്ട്. ദൈവം തമ്പുരാൻ നമുക്ക് ആയുസ് തരുവാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അതുകൂടെ ചെയ്ത് തീർത്ത് സായുജ്യമടിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് സമ്മതിച്ച് തരുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലൊരാഗ്രഹം വെച്ച് നടന്നു കഴിഞ്ഞാൽ അതിനുള്ള ഇത് നമുക്ക് കിട്ടുമെന്നാണല്ലോ പറയുന്നത്. എത്രയും നമ്മളിങ്ങനെ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിനറിയാം, നമ്മളെല്ലാവരും കൂടി ഒന്നാഴ്ച ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ കൈകളും കൂടി മുട്ടുമ്പോഴാണ് സൗണ്ട് വരിക. അതുപോലെ നമ്മളെല്ലാവരും ഒരേ സ്ഥലത്തിൽ അത്തരത്തിൽ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു യജ്ഞവുമായി നമ്മൾ മുന്നോട്ടേക്ക് പോകണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിച്ചത് കൊണ്ട് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ജീജ സിസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷനും ചെയർമാനുമായ ശ്രീ ഇബ്രാഹിം സാറിനും ശ്രീമതി ചന്ദ്രലേഖ മാഡത്തിനും ജംഷിദ ടീച്ചർക്കും എല്ലാവർക്കും ഫയൻഗിയറിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ചന്ദ്രലേഖ മാഡത്തിൻ്റെ പ്രഭാഷണം എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. മാഡത്തിന് ഫയൻഗിയറിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് 2 മണിക്കൂർ ക്ഷമയോടെ കേട്ടു നിന്ന എല്ലാ സഹോദരിമാർക്കും ഫയൻഗിയറിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് 4-ാം തീയതി നടക്കുന്ന പകൽ വീടിലേക്ക് മുഴുവൻ ആൾക്കാരും പങ്കെടുക്കേണ്ടതുണ്ട്. ഭക്ഷണം അടക്കം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതാരും മറക്കരുത്. ഓക്കെ, താങ്ക് യു.